അയ്യോ ഇത് ഓൾറെഡി നീ ഇട്ടത് ഇങ്ങനെയൊക്കെ വർത്താനം പറഞ്ഞോണ്ടിരിക്കാണല്ലോ. അത് പോയ ആൾക്കാർക്ക് കണ്ടിട്ടുണ്ടാവില്ല. ഇപ്പോൾ അല്ല ഞാൻ ഫോർവേഡ് ചെയ്തായിരുന്നു. ഇപ്പോൾ ഇല്ല ഞാനിട്ടതാ. അതിന് നമുക്ക് വേറെ എന്തെങ്കിലും കൊടുക്കണം. അത് നോക്കിയോ റെഫർ ചെയ്യുന്നുണ്ട്. ഞാനിട്ട് സ്ട്രീം ലൈവായിട്ട് വരുന്നുണ്ടോ? ഞാനിട്ട് ലിങ്ക് ലൈവ് വരുന്നുണ്ടോ? നീ ഇട്ടല്ലേ ഞാനിപ്പോൾ അവൻ്റെ നോക്കണേ. അവൻ്റെ വരുന്നുണ്ട്. അല്ല ഞാനിട്ട് ലൈവ് വരുന്നുണ്ടോ? ഒന്ന് നടക്കുമല്ലോ. അത് ഓക്കെ, കുഴപ്പമില്ല. സിബിയുടെ അതാണ് നമുക്ക് ലൈവ് പോകേണ്ട സാധനം. സിബിയുടെ ലൈവ് പഴയതോ വരുന്നത്. ഇപ്പൊ ലൈവല്ല വരുന്നത്. അല്ല ഓരോ പ്രാവശ്യം നമ്മൾ ലൈവ് ചെയ്യുമ്പോൾ അതിൻ്റെ ലിങ്ക് മാറിപ്പോകും. അത് ഓഫ് ചെയ്തിട്ട് ഇടുമ്പം പിന്നെ മാറിപ്പോകും അല്ലേ? കണ്ടിന്യൂ പോയിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് അത് ഷെയർ ചെയ്യരുത്. അത് തുടങ്ങുമ്പോൾ ഷെയർ ചെയ്താൽ മതി. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ഷെയറിൽ ഇട്ടേ അറിയാമല്ലോ. അരങ്ങേറ്റം ഇങ്ങനെ എത്തണല്ലേ? പിന്നെ മലയാളത്തിൽ എഴുതാൻ മതി. മലയാളത്തിൽ എഴുതാനോ? അല്ല, ഇതിൻ്റെ അകത്ത് ഇംഗ്ലീഷിൽ എഴുതാൻ പറ്റും. AREN അത് തമിഴിലായിരുന്നു. GETRAM. അപ്പോൾ ഇത് ഓരോ സമയത്ത് ആ ലിങ്ക് മാറിപ്പോകും അല്ലേ? അപ്പോൾ ഇതിൻ്റെ അകത്ത് എടാ നിന്നോട് ഞാൻ പറഞ്ഞ ആ സാധനം കൊണ്ടുപോയിട്ടുണ്ടോ? എന്തോ എന്നോട് തന്നെയാണോ പറഞ്ഞത്? ഗോട്ട് ഇറ്റ്, ഡോണ്ട് വറി. ഓക്കെ, ഇതല്ല ഇവിടെ. ഓ ഇതിങ്ങനെയാണോ നീ ഉണ്ടാക്കിയേക്കണേ? ഈ സാധനം പ്രധാനപ്പെടുവാരി. ഏറ്റവും നല്ലത് റെക്കോർഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുക. ഒരു ദിവസം താമസിച്ച് കണ്ടാൽ മതിയെന്നേ, നല്ലപോലെ കാണാൻ പറ്റില്ലേ? ഞങ്ങൾ വേറെ ചെയ്യും, സിബി വേറെ ചെയ്ത് കൊടുക്കും. ഇത് അന്നേരം കണ്ടവർക്ക് വേണ്ടിയിട്ടുള്ള അത്ര അത്യാവശ്യക്കാർ മാത്രം. നാളെ ഡ്യൂട്ടിയുള്ളവർ കാണും. നല്ല ഇൻ്റർനെറ്റ് സ്പീഡൊക്കെ വേണം. നല്ല പക്ഷേ ഇവിടെ നെറ്റ് സ്പീഡ് കാണുമല്ലോ. ഇത് ഇവരുടെ വൈഫൈ ഇല്ലേ? അല്ലെന്നേ, ഇത് ഇതാ ഫോണിൻ്റെ. ഇവിടെ വൈഫൈ ഇല്ലേ? അവർ തന്നോന്നില്ല. അത് മേടിച്ച് വെക്കണ്ടായിരുന്നു. ആ ഫോണിൻ്റെ കിട്ടാണോ? അത് കിട്ടത്തില്ല. അതും ഡോങ്കിളും കറക്റ്റായിരിക്കും. പക്ഷെ ഇവിടെ ഞാൻ പിന്നെ വെർജിൻ്റെ നോക്കി ഇതിവിടെ ഇല്ല. ഉറപ്പാണോ? സ്പീഡ് കൂടെ ഇതേതാ? ഇത് വെർജിൻ ആണോ? 50 ഉണ്ടായിരുന്നു. ഇതൊക്കെ സാധനം കൂടുതൽ വേണ്ടേ? വലിയ ഫയലിലല്ലേ അപ്ലോഡ് ചെയ്യുന്നത്? ഡേറ്റാണ്. ശരിയായോടാ? ഇനിയിപ്പോൾ ഈ ലിങ്ക് അയച്ചാൽ എല്ലാവർക്കും. അല്ല അത് ഇപ്പം ഇടുന്നുണ്ടെങ്കിൽ അയച്ചാൽ മതി. അന്നേരം ഇപ്പം തൊട്ടേ അത് ഇത് ചെയ്തോണ്ടിരിക്കണം. അല്ല പിന്നെ അടുത്ത ഏറ്റവും നല്ല ടൈം സെറ്റ് ചെയ്തിട്ടാണെങ്കിൽ എപ്പോഴാണെന്ന് അറിയാമെങ്കിൽ
നേരത്തെ സെറ്റ് ചെയ്യുക, ആ സമയത്ത് ഇതാവും. എന്നാൽ നമുക്ക് ടൈം സെറ്റ് പിന്നെ കൊടുക്കാം അല്ലേ? ഇതിപ്പോൾ ആദ്യം ഒന്ന് വിട്ട് അതിൻ്റെ ലിങ്ക് ആരെങ്കിലും അത് ട്രയൽ ഒരു 10 മിനിറ്റ് നോക്കി സാധനം ഇതിൽ തന്നെ നോക്കാമല്ലോ. ട്രയൽ ഒരു 10 മിനിറ്റ്. ഓക്കെ. അപ്പോൾ കിടക്കട്ടെ. ഇതിപ്പോൾ നമ്മൾ ക്യാമറ ഷിഫ്റ്റ് ചെയ്ത് എങ്ങനെ വരും നോട്ടെ. എന്തൊരു നേരം കൈ കൊട്ടുന്ന സൗണ്ടൊക്കെ കേൾക്കും. അതൊന്നും വന്നു എനിക്ക് കഴിയില്ല. അത് യൂട്യൂബ് എല്ലാം പ്ലേ ചെയ്യുന്നുണ്ട്. അതെന്നു ഇവിടെ എല്ലാം എന്നാൽ അതിൻ്റെ സ്പീഡ് കുറയും. നീ അത് ക്ലോസ് ചെയ്യാം. വേറെ ഏതോ സാധനം. അതേ വെറുതെ അല്ല, അത് ലൈവായി. ഓക്കെ, അത് ഇത്ര നേരം കൊണ്ട് ട്രാൻസ്ഫർ ആയില്ലേ? അത് ലൈവായി. ഓക്കെ, ഒരു ക്യാമറ നമ്മൾ സ്വിച്ച് ചെയ്ത വന്നോ? ലായില്ല. വന്നു. തിങ്സ് ആർ ഗുഡ്. എൻ്റെ ഫോണിലെ ഇത് ചെയ്തപ്പോഴാണ് സാധനം ഇപ്പോൾ ഓക്കെ ആയത്. എൻ്റെ ഫോണാണ് ഇപ്പോൾ ഷെയർ ചെയ്തേക്കുന്നത്. ഇത് വൈഫൈ. എൻ്റെ ഫോണിലെ മറ്റതെല്ലാം പോക്കാം. ഇതേതാ കണക്ഷൻ? 3 ആണോ? 3ക്ക് ഇവിടെ 5G ഉണ്ട്. അടിപൊളി. 5G. ഈ കാശും മുറച്ച് വെറുതെ ഈ ഏറ്റവും കാശും പുറത്ത് എടുക്കുന്ന. പക്ഷെ 5G എല്ലായിടത്തും കിട്ടത്തില്ല. നിന്റെ അവിടെ കിട്ടുമോ 5G? ഇല്ല, എല്ലായിടത്തും സിറ്റിയിലുണ്ട്. അവരാക്കി വന്നേ ഉള്ളൂ. അതുകൊണ്ട് കാരണം അത് കാരണം അവർ വീട്ടിലൊരു സപ്പോർട്ട് തരായിരുന്നല്ലോ നമുക്ക് ഒരു അവസാനം. അതവർ ഇല്ല ഇല്ല അല്ല എന്ന് വെച്ചാൽ അതിൻ്റെ അത് നീ ചെയ്യണ്ട. അവരവരുടെ നെറ്റ്വർക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ നമ്മൾ കഴിഞ്ഞ ദിവസം വന്നത്. നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഇതായിട്ടുണ്ട്. അപ്പോൾ സീനോട് പറയാം. നെറ്റ്വർക്ക് നമുക്ക് വേറെ ഉണ്ട്. ഇപ്പം വേണമെങ്കിൽ ഈ ലിങ്ക് കൊടുക്കാം. ഇതേ കാണുള്ളൂ. അത് വേണ്ട തുടങ്ങി കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് അല്ല, അന്നേരം ആൾക്കാരെല്ലാം ലിങ്ക് അന്നേരം അയച്ചാൽ വാട്സാപ്പ് വിട്ട് അങ്ങ് പൊക്കോളൂ. ഓക്കെ, ഞാനെന്നാ ഒന്ന് മൂടാവുമല്ലോ ഉണ്ടോ? മൂടാവില്ല. ക്യാമറ ഏതാ? അല്ല, അതിനെ വെച്ചിരിക്കുന്നത് എന്നാന്ന് ഇതിന്റെ ഈ സാധനം ബാക്കിയുണ്ടോ? ഇല്ലേ? അതോ നമ്മൾ ലൈവ് ഒക്കെ ആയിട്ടോ. ഇതിപ്പോ ലൈവ് ലിങ്ക് പോരാൻ വിടാം. ചിലപ്പോൾ അത് പിന്നെയും ലിങ്ക് മാറേണ്ടി വരും. അല്ലെ പിന്നെ ഇപ്പൊ തൊട്ട് ഇതിപ്പോ കാണാൻ പറ്റും ഇതൊക്കെ. ചേട്ടാ ഇപ്പൊ നിങ്ങളുടെ ഇതിന്റെ തന്നെ ഫ്രണ്ടിൽ എന്തെങ്കിലും നമ്മുടെ ഒരു സാധനം എടാ ഇപ്പൊ അത് പോണില്ല. ഞാൻ ഇതാ വെച്ചേക്കണേ. ഇത് ഈ അഞ്ജലിയുടെ ഈ സാധനം ഇപ്പൊ ഇട്ടാലും കുഴപ്പമില്ല. നമ്മുടെ ആൾക്കാരെല്ലാം കാണുന്നത് അഞ്ജലിയുടെ ലിങ്ക് ഇത് മാത്രമേ ഇപ്പൊ ആൾക്കാർ കാണുള്ളൂ. പുറത്തേക്ക് പോകുന്ന ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് മതി ചേട്ടാ. മാറ്റേണ്ടി വരുന്ന പറയണേ. അല്ല അതല്ലല്ലോ മറ്റേ നാട്ടിലേക്ക് ഇതാണോ കാണുന്നത്? അല്ല, ഇപ്പൊ ഞാനത് ഇപ്പൊ മാറ്റിയാൽ മതി. ഇപ്പൊ ഞാൻ ഈ ഫോട്ടോ മാത്രം കാണിച്ചേക്കോ അവരെ. അപ്പൊ അത് അതിന്റെ ലിങ്ക് ഇടാൻ പറ്റുമോ? കാരണം ഇപ്പൊ നാട്ടിൽ പോകുമ്പോൾ വേണ്ടല്ലേ. ഇനി ഇതില്ലാന്ന് പറഞ്ഞ ആൾക്കാർ വിടും. അതെയോ? അങ്ങനെ ഇപ്പൊ ഇത് മാത്രം ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല. അറ്റ്ലീസ്റ്റ് ഇതുണ്ടല്ലോ. ഇപ്പൊ ഒന്നുമില്ലല്ലോ. പിന്നില്ലേ ഇവിടെ ആരാ? നിങ്ങൾ ആരൊക്കെ ഇവിടെ? പിന്നെ സിബി ഉണ്ട്, ഞാനുണ്ട്, ഞങ്ങൾ 3 പേരുണ്ട്. പ്രിൻസ് വരും. കാരണം നിങ്ങളുള്ളൊരു ഇതിനകത്തെ പരിപാടിയുടെ ഓർവ്യൂ ഇവർക്കും അറിയാമല്ലേ. പുള്ളിക്കെല്ലാം അറിയാം. അങ്ങനെ പറയണത് ഓരോ ഇത് കഴിയുമ്പോൾ ഓരോ ബിറ്റ് കഴിയുമ്പോൾ നമ്മൾ ആങ്കർ ഇത് ചെയ്യുന്നു. അത് ചെയ്യുന്നു. അപ്പോൾ ആ ലൈറ്റ് ഓഫും കാര്യങ്ങളും കൂടി. ചേട്ടൻ മ്യൂസിക് കറക്റ്റ് അറിയോ? എനിക്ക് മ്യൂസിക്കിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല കേട്ടോ. അത് ടീച്ചർ പറഞ്ഞിട്ടുണ്ടാവും. ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ല, അവിടെ പുള്ളിക്കാരത്തിൽ അതിരിക്കുന്നത്. പുള്ളിക്കാരി വരുമായിരിക്കും. ഇല്ലേ? എനിക്ക് മ്യൂസിക്കിനെ ഇപ്പം ഇവിടെ മ്യൂസിക് ഓക്കെ അല്ലേ ചേട്ടാ? മ്യൂസിക് ഓക്കെ. മ്യൂസിക് ഓക്കെ അല്ലേ ചേട്ടാ? ചേട്ടാ ആരെങ്കിലും കിടന്നു. ഞാനിപ്പോൾ തന്നെ ഇടാം. ഞാനത് എൻ്റെ ഇതിൻ്റെ അകത്ത് കിട്ടണമെങ്കിൽ വേറെ രീതിയിൽ ഇടാൻ പറ്റും. മെയിലയക്കണം. അല്ല ഞാൻ എൻ്റെ ചെണ്ടയിലുണ്ടല്ലോ. അല്ല, ആ ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം. അതിനകത്ത് ഞാൻ ഇല്ലെന്നാണ്.
എനിക്ക് അതിനാൽ വേറെ ഒന്നും എടുത്തോ ഞാൻ ചോദിച്ചില്ല. ഇല്ല അതിൻ്റെ അകത്ത് ശരി. നീ എന്നാലും അന്ന് ആ ഗ്രൂപ്പ് ഉണ്ടാക്കിയപ്പോൾ നീ ഇല്ലല്ലോ, അതുകൊണ്ടാണ്. അത് ഓരോ പ്രാവശ്യം നമ്മൾ ഇത് ചെയ്യുമ്പോഴത്തേനാണ് ഇത് മാറും, ലിങ്ക് മാറും. മാറാണ് പിന്നെ എന്തെങ്കിലും ആവട്ടെ. അഞ്ജലി ഇറങ്ങേറ്റം ഓക്കെ, നിനക്ക് ഫോർവേഡ് ചെയ്യാം. അത് ഓരോ പ്രാവശ്യം നമ്മൾ ഇത് ചെയ്യുമ്പോഴത്തേനാണ് മാറേണ്ടതുണ്ട്. സിംസൺ കേരള ഇത് മതി. പിന്നെ ഇപ്പം നോക്കി എന്നാ കിട്ടണേ സാധനം നോക്കിയാൽ ഞാൻ എന്തിട്ട് എടുക്കണ്ട അതിൽ ക്ലിക്ക് ചെയ്താൽ ആ ലിങ്കിൽ ഇപ്പം നോക്കി അത് ആക്ട് കോൺടാക്ട് ഓക്കെ എക്സിസ്റ്റിംഗ് അടിച്ചോ. 2 CB എന്ന് പറഞ്ഞ അതിനകത്തുണ്ട്. അതുകൊണ്ട് കേട്ടോ ന്യൂ ചെയ്യണമായിരിക്കും. സേവ് ചെയ്താൽ സംഭവം സേവ് ആയില്ലേ? സേവ് നേരെ എന്നെ പിടിച്ച് വയ്ക്കാൻ വരാം. നോക്കി ഫോട്ടോ കാണുന്നില്ല. ഇങ്ങനെ വോയിസ് ഉണ്ടാവല്ലേ? അതിപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പറയണ കുഴപ്പമില്ല. അപ്പം ലൈവിൽ തോന്നിക്കോളൂ. മതി. കൊടുത്തോ നീ എല്ലാവരും കൊടുത്തോ. അത് ഇൻ കേസ് ലിങ്ക് മാറുവാണെങ്കിൽ ഞാൻ ഒന്നോടത്തെ എടാ ഇതിൻ്റെ ഇപ്പോൾ പ്രശ്നമല്ല. ഇതിൻ്റെ ഈ ഡിസ്പ്ലേ വർക്ക് ചെയ്യുന്നുണ്ടോ? എനിക്ക് അറിയത്തില്ല ഇതെങ്ങനെ മാറ്റണേ. എന്നാ പറ്റി ഡിസ്പ്ലേ എന്നാ പോയത്? എടാ ഇതിൻ്റെ ഇതിൻ്റെ അകത്തോട്ട് നോക്കി എന്നിട്ട് സെറ്റപ്പ് ആക്കി വെച്ചാണ് മാറ്റണ്ട. സൂം ചെയ്ത് വെച്ചാൽ അല്ല വൈഡാക്കി വെക്കുക. ഓഫായിപ്പോയോ? കറണ്ട് കുത്തിയിട്ടുണ്ടോ? ഓഫാക്കി. പക്ഷെ അത് ഇവിടെ കാണണമെന്ന് തോന്നുന്നു. ഇവിടെ കാണുന്നുണ്ടാ. ഇത് ഊരിയായിട്ട് വരുമോ? ഇത് കുത്തിയിരിക്കുന്നോണ്ടാണോ വരാത്തത്? ഏത് നേരത്തെ വരുന്നതായിരുന്നു ഇത്. ഇവിടെ കാണുന്നുണ്ട്. സ്ക്രീനിൽ വരുന്നതായിരുന്നു. അല്ല അത് കിട്ടിക്കാണെങ്കിൽ ഇതിൻ്റെ ഇത് ഞാൻ ഡിസ്പ്ലേ നോക്കി. ഇതിൻ്റെ നീ ഇതിലാണ് സൂം മാനുവലിലാണ് നടക്കുന്നത്. മെമ്മറി കാർഡ് റെക്കോർഡ് ഒന്നും ചെയ്യുന്നില്ലേ? അത് ലൈവ് സക്സസ് ആയില്ലെങ്കിൽ വേണ്ട. റെക്കോർഡ് ചെയ്യുന്നത് ഇതിന് ഒരു റെക്കോർഡ് ചെയ്യുന്നുണ്ടോ? റെക്കോർഡോ ഇതിന് ഇങ്ങോട്ട് പോകാൻ അതിന് സെറ്റ് ചെയ്യില്ല. അതിൽ കിട്ടിയാൽ ഇത് കാണണ്ട. ഓക്കെ
അനിലാണോ? ഇപ്പം ശരി, ഇനി അതാണ് കുത്തിയാൽ മതിടാ. കണ്ടോ മാറ്റുമ്പോഴേക്ക് ഫോട്ടോയിലാണ് കിടക്കുന്നത്, മാനുവലാണ്. ഫോട്ടോയിൽ കാണിക്കാം. അടുത്ത സാധനം ഓട്ടോമോട്ടീവ് സാധനം. അത് കുത്തുമ്പോഴാണ് ഈ ഇതിൻ്റെ ഇത് പോകണം അല്ലേ, സ്ക്രീൻ പോകണം. ഓക്കെ ഓക്കെ. നിനക്ക് പക്ഷേ അത് കുത്തിയാലുണ്ടല്ലോ. സെറ്റിങ്സ് അത് ശരിയായി. അതും കൂടി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വല്ല സെറ്റിങ്സും ഉണ്ടാവുമായിരിക്കും. അതും കൂടി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വല്ല സെറ്റിങ്സും ഉണ്ടാവുമായിരിക്കും. എടാ ബിജു അപ്പൻ എന്ത്? ബിജു അപ്പൻ ഓക്കെ. ഞാൻ ബിജു അപ്പൻ എന്ത്? ബിജു അപ്പൻ നീ എവിടെ ആ മൂലയ്ക്ക് ഈ മൂലയ്ക്ക് എവിടെ എവിടെ പിടിച്ചോ? ഒരു സഹായം വേണ്ട, ഇത് മുതലാളി എത്തുന്നുള്ളൂ. പിന്നെ എന്നാണ്ട് ആ കുഴപ്പമില്ല. പിന്നെ
ഓ എന്നാ അങ്ങനെ പോകുന്നു, സുഖമായിട്ടിരിക്കുന്നു. പിന്നെ വേണ്ട ഓ എന്നാ അങ്ങനെ പോകുന്നു. എല്ലാവരും ഉണ്ടോ? അവിടെ ഇവിടെ ബിൽറ്റിംഗ് സാധനമുണ്ടോ? ബിൽറ്റിംഗ് മൈക്രോഫോൺ. ആ നമസ്കാരം. ഹലോ, എന്നാ ഇപ്പോഴല്ലേ കണ്ടത്? ഇവിടെ ബിൽറ്റിംഗ് മൈക്രോഫോൺ വല്ലതും ഉണ്ടോ? ഇത് വല്ലതും ആണോ? ഏത്? അല്ല, വേറെ ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല. ഇതേ കൊടുത്തിട്ടില്ല. നമ്മൾ മൈക്കൊന്നും കൊടുത്തിട്ടില്ല. ഇവരുടെ വല്ലതും കിടപ്പുണ്ടോ? സേഞ്ചർ സേഞ്ചർ. ആ അതെ, ആ അതിൻ്റെയാ. എടാ സേഞ്ചിലെ ഏതാ കൊടുത്തത്? അതെങ്ങോട്ടാണ് കൊടുത്തത്? അതിൻ്റെയാ. എടാ സേഞ്ചിലെ ഏതാ കൊടുത്തത്? അതെങ്ങോട്ടാണ് കൊടുത്തത്? എന്തോ എന്താ അല്ല പറഞ്ഞോ? ആ സ്ക്രീനിൻ്റെ അല്ലല്ലോ കുറയ്ക്കുന്നത്, നമുക്ക് അല്ലാതെ അത്
അത്രയും കളറുണ്ടാവും. എൻ്റെ ഇതിങ്ങോട്ട് കിട്ടും. അതിൽ ഇച്ചിരി കുറഞ്ഞോ കിട്ടിയിട്ടുണ്ട്. എല്ലാം കൂടെ കളർ മാറ്റി. This color. 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 This. This. This color. 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 This. 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 This color. This. This color. എടാ അതിൻ്റെ സാധനം മാറ്റിയില്ല. ആ മൂന്നാമത്തെ സാധനമില്ലേ അതിന് 0. ഇല്ല ഇവിടെ നിൽക്കുന്ന
സമയത്ത് നമ്മൾ ഈ ഡെക്കറേഷൻ ലൈറ്റുകളിൽ കംപ്ലീറ്റ് ഓഫായിട്ട് ടീച്ചറോട് പറഞ്ഞ് സെറ്റ് ചെയ്തേക്കണോ? പിന്നെ ഇതിന്റെ കളർ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഗുഡ് ഈവനിങ് ഓൾ. പരിപാടിക്ക് മുമ്പായിട്ട് പൂജ ആരംഭിക്കുകയാണ്. ചിലങ്ക പൂജ ആണ് ആദ്യമായിട്ട് നടക്കുക. ദേവീ കടാക്ഷം പ്രാർത്ഥിച്ചുകൊണ്ട് ടീച്ചർ ചിലങ്ക പൂജിച്ച് നർത്തകിക്ക് പ്രസന്റ് ചെയ്യുന്ന ഒരു കർമ്മമാണ്. നിശബ്ദരായിരുന്നുകൊണ്ട് നമുക്ക് ആ പരിപാടിക്ക് സാക്ഷികളാകാം. ദേവീ കടാക്ഷം പ്രാർത്ഥിച്ചുകൊണ്ട് ടീച്ചർ ചിലങ്ക പൂജിച്ച് നർത്തകിക്ക് പ്രസന്റ് ചെയ്യുന്ന ഒരു കർമ്മമാണ്. നിശബ്ദരായിരുന്നുകൊണ്ട് നമുക്ക് ആ പരിപാടിക്ക് Anjali is coming to the stage for the blessings and for the puja. For the blessings and for the puja. ഇവിടെ മാക്സിമം
മതിയോ? ആ മതി താങ്ക് യു താങ്ക് യു. ഇതല്ലേ ഓക്കെ ടോപ്പ് 3 എല്ലാം യെല്ലോ ഇല്ലല്ലോ യെല്ലോ പിന്നെ പിന്നെ ബ്ലൂ നേരാക്കി എന്നാ അതവിടെ പോകണം. എന്നാ വേറെ ഇതാമത്തെ ജസ്റ്റ് ഒന്ന് സ്വിച്ച് ചെയ്താൽ മതി. അതൊന്നും എനിക്ക് വേണ്ട. ഓക്കെ ഹലോ ചെസ് ഈ സാധനം എല്ലാം ഫോണിൽ കഴിക്കുന്ന കാര്യമില്ല. ഇത് സെറ്റ് ലാപ്ടോപ്പ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ സാധനം പ്ലേ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ അബദ്ധം കൊണ്ട് പ്ലേ ചെയ്യും. അത് അവിടെ ഇരിക്കുന്ന ലാപ്ടോപ്പ് അതൊക്കെ കൊണ്ട് പ്ലേ ചെയ്തിട്ട് അതെന്താ പറയുക എനിക്ക് ഇവിടുന്ന് മാറ്റി വിടാം. ഇത് കോപ്പി ചെയ്തില്ല നേരെ എടുത്ത് കോപ്പി ചെയ്തോ? അല്ല ഇവിടുന്ന് കോപ്പി ചെയ്യാൻ കോപ്പി ചെയ്തോ? അല്ല വേറെ ലാപ്ടോപ്പ് ലൈവ് ഒന്നും വിടുന്നില്ലേ? ഇത്
ഇത് എത്ര രൂപയാണ് കാർബുട്ടിന് വിൽക്കുന്നത്? ഏത് ഇതൊക്കെ ആർക്കറിയണ്ട? രോമം വന്നിട്ടില്ല. എടാ ലിങ്ക് കൊടുക്കടാ. ലിങ്ക് കൊടുത്തില്ല. ലിങ്ക് ഓൾറെഡി കൊടുത്തു. കൊടുത്തോ? ഒന്നോടെ ഞാൻ ഇങ്ങോട്ട് മാറ്റിയിട്ട്. ഏത്? അല്ല ഇത് എടാ ഇതാ പോകുന്നത് ഇപ്പം. ഞാൻ മുമ്പേ ഇത് പോകണമെങ്കിൽ ഇത് ചെയ്യണം. നീ വേണേ ആ സാധനത്തിന് അങ്ങ് സൂം. പോയി അവിടെ അനുഗ്രഹവും തിരികത്തിരും എല്ലാം കഴിഞ്ഞു. അയ്യോ എന്നാ ആ സാധനം ഒന്ന് സൂം ചെയ്ത്. ആണ്ട് അവിടെ ഇരിക്കുന്നത്. അല്ല നീ ഇപ്പം ആരാ സിംസൺ അല്ലേ വരുന്നേ? അതെ അനുഗ്രഹമൊക്കെ മേടിച്ചിട്ട് അവർ പോയി. അതെയോ? അയ്യോ നമ്മൾ പോയതായിരുന്നു ഒരുങ്ങാൻ വേണ്ടി അല്ലേ? ആ ബിജു എന്ത് ബിജു എടാ ഇപ്പം സിംസൺ ആ സാധനം വേണമെന്ന് പറഞ്ഞല്ലേ പറഞ്ഞേക്കണേ? ആ ആങ്കർ ആ ഇതില്ലേ ആ സാധനത്തിൻ്റെ പുറകെ പോയി മറ്റേത്. അല്ലെങ്കിൽ പിന്നെ അത് വെച്ചിട്ട് കാര്യമില്ല അവിടെ. എത്ര കിട്ടുള്ളൂ മാക്സിമം? എന്ത്? അല്ല അത് വൈഡാക്കാം. അല്ല പിന്നെ എന്നാ വേണം? അല്ല ഞാൻ പറഞ്ഞത് അവനെ ഫോക്കസ് ചെയ്യുമ്പോൾ ഈ സാധനം കിട്ടൂല. കിട്ടിയിരുന്നല്ലോ അവിടെ സംസാരിക്കുന്ന ലൈവിൽ പോകും. അല്ല ഇതിപ്പോൾ ട്രാൻസാക്ഷനായി. ഇനിയിപ്പോൾ ഇത് പോവും. യൂട്യൂബിൽ കാണുന്നുണ്ടോ ഇതൊക്കെ? നമ്മുടെ ഏജിലൊട്ടത്തേക്ക് ലിങ്കോ അതൊക്കെ വേണം. നമ്മളെ ഗ്രൂപ്പിക്കണേ നീ അവിടെ ഏജിൽ നടിക്കുക. ഈ ലൈറ്റോ അത് ഇവിടെ എവിടെ എവിടെ Good evening, ladies and gentlemen. Yeah. It is my pleasure to welcome you, especially our chief guest for today, Mrs. Sujata Jananid, to the Arengetram of Anjali Prayato, my elder sister, my Titi, her Arengetram. Good evening, ladies. Who set the benchmark too high. റെക്കോർഡിംഗ് വേണമെങ്കിൽ ചെയ്യാം അതിൻ്റെ അകത്ത്. For example, when I had a parents' evening, the teacher talked about her for 70% അത് of അത് the time അത് അത് and left us അത് alone. എടാ അത് ഇത് ചെയ്ത് വെച്ചേക്കുക. അത് സ്റ്റഡിയാക്കി വെച്ചേക്കുക. ആ But she is the one I grew up with, ഓക്കെ ഓക്കെ. and whom you all have come to see this evening. ആ നീ അതിൻ്റെ ഇത് കളഞ്ഞു. Most of you ഫോക്കസ് know കളഞ്ഞു. that Anjali has been doing അതിൻ്റെ dance ഫോക്കസ് for അല്ല a ഫോക്കസ് very പോയി. long time. അല്ല ഇപ്പുറത്തിറങ്ങി In fact, it's പുറകിൽ been almost a decade. And here we are ചേർത്ത് witnessing തിരിച്ചു. her ചേർത്ത് Arengetram. തിരിച്ചു. ചേർത്ത് Arengetram means ascending the stage and is known to be Not the yet. first official ആയിട്ടില്ല. performance of a Bharatanatyam student after years of training. Beginning നോക്കിയിട്ട് with her first ഇതിൽ നോക്കിയിട്ട് Bharatanatyam teacher, Srimati Dabo Nonoden, Anjali started her journey at a tender age of 5 and has since grown with Srimati Sangeeta Day and refined her skills with Dr. Anjali. Under the അത് തുറന്നാലും guidance of വരില്ല. the Gurus, കാരണം അത് ഇങ്ങോട്ട് ഇത് ചെയ്യുമ്പോഴത്തേനും അത് വരത്തില്ല. അതിൻ്റെ അത് ഡിസ്പ്ലേ വരത്തില്ല. in Bharatanatyam and title of Natya Kala Jyoti from the Oriental Examination Board of London 2 years ago, 2020. The Arengetram is the result of years of training, learning and perfecting the art of Bharatanatyam. And tonight, Anjali has been given the opportunity to share her years of study and hard work with you. The Arengetram, though traditionally performed after graduation, is by no means the end of a dancing performing future, but the beginning. Anjali is a lifelong student of this majestic art form and makes a promise to remain loyal to it. This Arengetram
is undeniably a long-awaited event. Since her graduation 2 years ago, Anjali has been kept busy with her exams, jobs, and assignments, but never forgot about the rich Oriental art form calling by her name. Until tonight, we watch the sweet embrace of Anjali and her beloved art form. Now, I call upon our two anchors for tonight. Simpson Varkala, who has travelled all the way from Sweden to attend this event, and Norwich's own Helena Aju. Namaste, Norwich. It's been my absolute pleasure to be here because of Anjali's Arengetram, my lovely niece, who is always entertained and surprised me with her abundant talent and bunch of skills. And it's been hosting in Norwich, my favorite place abroad, where I live and develop my interests in arts. I still remember my golden period in UK, particularly Norwich. This community given a warm welcome when I landed here in 2006. I cannot forget the support, motivation, and encouragement that you have been showered upon during the entire time. Now, I really overwhelmed that even after 10 years, you all remember and having the same or more affection to me and my family. That made Norwich special to me as always. Thank you. Thank you for all. And keep it up. Thank you, Uncle. It's our pleasure to have you here. ഭാവ രാഗഭാവരസങ്ങളിലൂടെ സമന്വയിപ്പിക്കപ്പെട്ട ഭരതനാട്യം എന്ന ഈ കലാരൂപം ഭാരതത്തിലെ തമിഴ്നാട്ടിൽ പിറവിയെടുത്ത് ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിലൂടെ പകർന്ന് ദേശവും കാലവും പിന്നിട്ട് ഇന്ന് ഈ ബ്രിട്ടന്റെ മണ്ണിൽ അതും അഞ്ജലിയുടെ ജന്മസ്ഥലമായ നോർത്തോക്കിൽ എത്തി നിൽക്കുമ്പോൾ ഇതവർ നമുക്കായി ഒരുക്കിയ സുന്ദര സായാഹ്നം. 12 വർഷത്തെ ചിട്ടയായ പരിശീലനത്തിലൂടെ ആത്മസമർപ്പണത്തിലൂടെ അഞ്ജലി തന്റെ ശരീരത്തിലും സിരകളിലും രക്തത്തിലും ഈ ഇന്ത്യൻ ദേശീയ നൃത്തരൂപത്തെ ആവാഹിച്ചെടുക്കുമ്പോൾ ഭാരതീയ സംസ്കാരത്തോടും കലകളോടുമുള്ള തന്റെ അഭമ്യമായ താല്പര്യവും അഭിനിവേശവുമാണ് വ്യക്തമാക്കുന്നത്. 5-ാം വയസ്സിൽ ആരംഭിച്ച് 15-ാം വയസ്സിൽ ഭരതനാട്യത്തിലൂടെ നാട്യകലാജ്യോതി പട്ടം വരെ സ്വായത്തമാക്കിയ ഈ കൊച്ചു കലാകാരി ഇന്ന് നമ്മുടെ മുമ്പിൽ ഈ അരങ്ങേറ്റം അവതരിപ്പിക്കുമ്പോൾ ഇത് അവരുടെ നൃത്തസബരിയുടെ തുടക്കമാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. 9 ഇനങ്ങളിലായി നൃത്ത നിത്യ നാട്യങ്ങളിലൂടെ ഭരതനാട്യം എന്ന ഈ കലാരൂപം ഇന്ന് ഈ വേദിയിൽ അരങ്ങേറുമ്പോൾ നമുക്കും അതിൽ ഭാഗമാകാം, നല്ല സഹൃദയരാകാം. ഓർമ്മയുടെ മണിച്ചെപ്പിൽ നമുക്കെന്നും കാത്തു സൂക്ഷിക്കുവാനും വളരെയേറെ ആഗ്രഹിച്ചിട്ടും പലവിധ പ്രത്യേക സാഹചര്യങ്ങളാൽ ഇന്ന് ഈ സായാഹ്നത്തിൽ നമുക്കൊപ്പമായിരിക്കാൻ സാധിക്കാത്ത വിദേശത്തും സ്വദേശത്തും ലോകമെമ്പാടുമുള്ള അഞ്ജലിയുടെ പ്രിയപ്പെട്ടവർക്കായി നാം തത്സമയ സംപ്രേഷണം നടത്തുന്നതിനാൽ മറ്റുള്ള റെക്കോർഡിങ്സ് നമുക്കൊന്ന് പരിമിതപ്പെടുത്താം. വലിയ ഫ്ലാഷ് ലൈറ്റുകൾ ഒഴിവാക്കിയാൽ അതൊരു വലിയ അനുഗ്രഹമായിരിക്കും. 19-ാം നൂറ്റാണ്ട് വരെ പരമ്പരാഗത ഹിന്ദു ക്ഷേത്രങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഈ ദൈവീകമായ കലാരൂപം ദേശീയ അന്തർദേശീയ അംഗീകാരങ്ങൾ നേടി
ഇത്തരമൊരു സദസ്സിൽ അരങ്ങേറുമ്പോൾ അതിൻ്റെ പവിത്രത കാത്തുസൂക്ഷിക്കുവാനും അതിനോട് നീതി പുലർത്തുവാനും നമ്മൾ ബാധ്യസ്ഥരാണ്. ആയതിനാൽ വേദിയിൽ നൃത്തം അവതരിപ്പിക്കപ്പെടുമ്പോൾ നർത്തകിയുടെയും പ്രേക്ഷകരുടെയും ശ്രദ്ധ പതറാതിരിക്കുവാനും ഏകാഗ്രത കാത്തുസൂക്ഷിക്കുവാനും ഏവരും ശ്രദ്ധിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. As we have just gone through a pandemic, if anyone is concerned, we do have masks and hand sanitizers at the entrance. The toilets are also near the entrance, and in case of a fire alarm, the fire exits are to your right and left. Now, we are heading to the opening ceremony of today's event. I would like to invite Giorgio Variata for a welcome speech. അവനെ ഫുള്ളി ഫോക്കസ് ചെയ്തു. സ്നേഹമുള്ളവരെ, ഈ നൃത്തസന്ധ്യയിൽ ഞങ്ങളുടെ മകൾ അഞ്ജലിയുടെ അരങ്ങേറ്റത്തിന് സാക്ഷികളാക്കുവാൻ എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങൾക്കേവർക്കും സ്വാഗതം. നിങ്ങളേവരെയും സ്വാഗതം ചെയ്യാനാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. ആദ്യമായി നൃത്തം ഡാൻസ് അക്കാദമിയുടെ സ്ഥാപകയും ആർട്ടിസ്റ്റിക് ഡയറക്ടറുമായ 30-ൽ പരം വർഷങ്ങളുടെ അനുഭവ സമ്പത്തുമായി ബ്രിട്ടനിലുടനീളം അവാർഡുകൾ വാരിക്കൂട്ടിയ നമ്മുടെ വിശിഷ്ടാതിഥി സുജാത ടീച്ചറെ ഈ കലാവിരുന്നിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നീ അത് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഇടാം. അത് വൈഡിലല്ലേ ഇരിക്കുന്നത്? അത് വൈഡിലിരിക്കുന്നത്. നൃത്തകലയുടെ ആദ്യാക്ഷരങ്ങൾ അഞ്ജലിക്ക് പകർന്നു നൽകിയ സാന്നിധ്യം കൊണ്ട് ഇവിടെ ഇല്ലെങ്കിലും മിസ്സിസ് താബോ ജ്ഞാനോദയം ടീച്ചറെ ഈ വേളയിൽ ഞാൻ സ്നേഹത്തോടെ ഓർക്കുന്നു. അഞ്ജലിയുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത 2 അധ്യാപകർ ഇന്നിവിടെ സന്നിഹിതരായിട്ടുണ്ട്. നാട്യപ്രിയ ഡാൻസ് കമ്പനിയുടെ സ്ഥാപകയും അധ്യാപികയുമായ ഡോക്ടർ ആൻറ്റിബാറ്റിയസിനെ ഒത്തിരി സ്നേഹത്തോടെ ഈ കലാവിരുന്നിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. കുറഞ്ഞ കാലം കൊണ്ട് അഞ്ജലിക്കും ഞങ്ങൾക്കും ഒത്തിരി സ്നേഹം പകർന്ന് അഞ്ജലിയുടെ മുന്നോട്ടുള്ള പാതയിൽ താങ്ങും തണലുമായി ഒത്തിരി സ്നേഹത്തോടെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന സംഗീത ടീച്ചറെ ഈ കലാവിരുന്നിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ നൃത്ത പരിപാടി വിജയകരമാക്കുവാൻ കൈമൈ മറന്ന് അക്ഷീണം പ്രയത്നിക്കുന്ന കൂട്ടുകാരും ബന്ധുക്കളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെയെല്ലാം ഇന്നത്തെ നൃത്തസന്ധ്യയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബന്ധുക്കളുണ്ട്, കൂട്ടുകാരുണ്ട്, UK-യിലുള്ളവരുണ്ട്, UK-ക്ക് പുറത്തുള്ളവരുണ്ട്. എല്ലാവിധ തിരക്കുകളും മാറ്റി ഇന്നിവിടെ അവർ വന്നു ചേർന്നിരിക്കുകയാണ്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇന്നിവിടെ എത്തിച്ചേരാൻ സാധിച്ചില്ലെങ്കിലും ആശംസകളോടെ അഞ്ജലി അനുഗ്രഹിച്ച ഞങ്ങളുടെ ബന്ധുക്കളും കൂട്ടുകാരും ഒത്തിരി പേർ വേറെയുമുണ്ട്. ഇവരെ എല്ലാവരെയും ഇന്നത്തെ ഈ നൃത്തസന്ധ്യയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈശ്വരാനുഗ്രഹത്താൽ ഇന്നത്തെ നൃത്തസന്ധ്യ അഞ്ജലിക്കും ഞങ്ങൾക്കും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവിസ്മരണീയമാക്കുവാൻ സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ നൃത്തസന്ധ്യയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. Thank you, Giorgio uncle. Mata Pita Guru Devam ennalle. Parents are living gods. They do everything to make their children happy and expect nothing in return. Behind every young child who believes in himself is a parent who believes first. Love and support of parents
can get a child anywhere and everywhere. തന്റെ നൃത്തസഭയിലുടനീളം ഊർജ്ജവും പ്രചോദനവും അത് ഒരു സുഖമായിട്ടല്ല കാണണം, ഞാൻ അത് ഷിഫ്റ്റ് ചെയ്യാതെ അത് ശരിയല്ല ശരിക്കും പറഞ്ഞാൽ ആ സാധനം ബ്ലറാണ്. അഞ്ജലി പറയാം. എടാ നിൻ്റെ HD ആയിട്ടില്ലേ? I do also invite Anjali Pariyatil for honoring the parents. Now I would like to invite Srimati ഇത് Sangeeta, പോകില്ലേ? founder and teacher of Arengetram Dance Academy, and Dr. Anjali, director of Natyapriya Dance Company. Now, please have your stage, please. And also I would like to invite today's chief guest, Guru Srimati Sujata ആ Chinala, ഗ്യാപ്പ് ഇച്ചിരി ഒഴിവാക്കിയിട്ട് ഈ the മറ്റേ artistic പിടിക്കാം. director and founder of Nirtya Dance Academy, is an exponent of Bharatanatyam, Mohiniyattam, Kathakali and Carnatic music. She is a performer, teacher, choreographer and creative artist and has had experience in this field for the past 30 years. Mrs. Sujata Chinala had an invaluable opportunity to get trained by well-known publicly acclaimed gurus, Kalamandalam Krishnamurti Varya, Srimati Geeta Radhakrishnan and Karakshetra Sindhu Shekhar, and has been instrumental in training several Bharatanatyam dancers in Mumbai and the United Kingdom. She has achieved awards and public acknowledgements throughout her school and college days, while playing vital roles in many performances conducted by her gurus in her early stages. Mrs. Sujata Chinala was also awarded and felicitated by Tamil Kalanjiam Bedford, the British Malayali UK and other reputed organizations for her contribution and achievement to Bharatanatyam in the United Kingdom. She continues her humble efforts in spreading the Indian culture and its classical and folk dance forms in the public in the most authentic traditional ways possible and dedicates these to her guru Kalamandalam Krishnamurti Varya. ഭാരതീയ സംസ്കാരത്തിന്റെ പ്രതീകവുമായി വിശിഷ്ടാതിഥികളെ നാം ആദരിക്കുകയാണ്. അതിനുവേണ്ടി അഞ്ജലിയുടെ മാതാപിതാക്കളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സംഗീത എഴുതിട്ടോട്ടെ. നോ കാർഡ്, നോ കാർഡ്. അത് കുഴപ്പമില്ല, കാർഡില്ലെന്നൊക്കെ കുഴപ്പമൊന്നുമില്ല. ഇതാണ് ലൈവ്. ഇതാ ലൈവ്, ഇതാ ലൈവ്. Dr. Anjali for that. Srimati Sujata Chinala. അടുത്തതായി ലാംപ് ലൈറ്റിംഗ് ആണ്.
അല്ല മറ്റേ പെങ്കൊച്ചൻ്റെ പോയി. അടുത്തതായി ലാമ്പ് ലൈറ്റിംഗ് ആണ്. അതിനായിട്ട് വേദിയിലുള്ള എല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നു. എടാ അത് ഇങ്ങോട്ട് ഫോക്കസ് ചെയ്യടാ, ഇങ്ങോട്ട് ഫോക്കസ് ചെയ്യ. അപ്പുറത്തെ വിളക്കേലോട്ട് നോക്കുകയാണ്. ക്യാമറ വർക്ക് ചെയ്യണം, ഓക്കെ ആയോ? എനിക്ക് ഇതിൻ്റെ സെറ്റിങ്സ് ഒന്ന് മാറ്റാൻ പറ്റും. ഭയങ്കര ബ്രൈറ്റ് അല്ലേ? ഇത് കുഴപ്പമില്ല, ഓക്കെ. We are going to the program one by one. നീ ഇപ്പോൾ ഒത്തിരി വൈഡാക്കണോ വെച്ചാൽ? മൊത്തം വൈഡാണോ വെച്ചാൽ? ഞാനിപ്പോൾ ആക്കിയായിരുന്നു. ആ അവരിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്ത്. ആ മതിയല്ല, ദാറ്റ്സ് ഇറ്റ്. അഡാപ്റ്റർ ഇതിൽ കുത്താം, അവണ്ടോ? ആ ഉണ്ടെങ്കിൽ ആ ക്യാമറ മറ്റേ എന്ത് പ്രശ്നമുണ്ട്? All of which have specific meanings and significance. Anjali will perform the Pushpanjali, Alarippu, Jadishwaram, Varnam, Kriti, Padam, Nilana, Sloka, and Mangalam. Without further ado, Anjali begins her debut performance with the Pushpanjali. Pushpanjali, literally translated into flowers and devotion, is the opening piece of Bharatanatyam Arengetram and was the first classical piece performed by our debutante Anjali Paryata, aged 8, under the guidance of Srimati Tabor Nanayaka. Lord Shiva, the Lord of Dance, That's good. her teachers, the audience, and all those who have supported Anjali are welcome to tonight's show by Anjali herself, and she asks for your blessings for a prosperous night. This Pushpanjali recording contains video a delicious sloka in which Lord Vinayaka, the elephant god, is described and praised. റെക്കോർഡിംഗ് വരുമ്പോൾ കട്ടാവുക. Lord Ganesha, the son of Lord Shiva and goddess video Parvati, is known as the remover of all obstacles and the god of wealth റെക്കോർഡിംഗ് and ഓഫ് ചെയ്യും, prosperity. റെക്കോർഡിംഗ് ഓഫ് ചെയ്യും. This introductory ഞാൻ piece ഇതിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. asks for his blessings ആ for this നീ evening ഓഫ് to ചെയ്തു. go well. We present you the അതാ Pushpanjali in ലൈവിലുള്ള റെക്കോർഡിംഗ് അല്ലേ? Raganathe ഇവിടെ ഈ Talam. സോഫ്റ്റ്വെയറിൽ എൻ്റെ കമ്പ്യൂട്ടറിലേക്ക് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. മൊത്തം സാധനം. ആ
എടാ ആരെങ്കിലും സ്റ്റേ ഒന്ന് ഫുള്ളാക്കി, സ്റ്റേ ഒന്ന് ഫുള്ള് ഒരു ഫുള്ള് സ്റ്റേജാക്കി. ഔട്ട്, നിൻ്റെ ഫോക്കസ് ഔട്ടായിപ്പോ കേട്ടോ. എടാ പ്രിൻസ്, നിൻ്റെ ഒത്തിരി ബ്രൈറ്റ്നെസ് കൂടുതലാണ്, ഒത്തിരി കുറയ്ക്കാവോ? പോകുന്നു. അവളുടെ ഫേസ് തന്നെയായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുമോ? ശരി. അല്ല അതെന്നാ പ്രശ്നമെന്നറിയാം, അത് ആ ലൈറ്റില്ല, അത് ഭയങ്കര ഇൻറ്റൻസാണ്. നമുക്ക് ക്യാമറ ഒത്തിരി ക്യാപ്ചർ ചെയ്യാം, അത് ഒന്നും ചെയ്യാൻ പറ്റില്ല.
അല്ല കൂട്ടണം ആദ്യം നിന്ന് തന്നെ പെർഫെക്റ്റ് ആയിരുന്നു. Following this item, അത് കുഴപ്പമില്ല. we will have the Alaripu, meaning flowering flower. This is the first official item of the Natyamagam അതെവിടെ നിന്ന് and signifies the dancer beginning her performance, like how a flower begins to blossom, which is reflected in their body language too. The dancer first starts with the small head ഇതിലെ പോകാൻ movements, ഭയങ്കര പാടാടാ. then the arms are introduced, and finally the whole body begins to coordinate together, creating a beautiful nritya piece. Today's Alaripu is an advanced Alaripu in the Ragam Kalyani and Talam Mishra Chapu. അതിനാ ഗ്രീൻ ലൈൻ വന്ന ആ ലൈൻ വരും നിൻ്റെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ. വേണേ ഒരു കാര്യം ചെയ്യും, ആ സാധനം മൊത്തം ഓഫ് ചെയ്തിട്ട് ഒന്നോളം ഓൺ ചെയ്യും. ഓണാക്കി സെറ്റിങ്സിൽ പോയാൽ അതെല്ലാം കഴിയും. എടാ നിൻ്റെ ഡിസ്പ്ലേ മുഴുവൻ ഓഫ് ചെയ്യടാ. ഇത്ര ഡിസ്പ്ലേ അതിൻ്റെ അകത്ത്. ആ ഡിസ്പ്ലേ ഓഫ് ചെയ്തേ. ഡിസ്പ്ലേ ഓഫ് ചെയ്താൽ പോകും. എടാ ഇച്ചിരി പൊക്കുക. നിൻ്റെ ഡിസ്പ്ലേസ് എല്ലാം ഓഫ് ചെയ്താൽ ഗ്രീൻ ലൈറ്റും പോകും. ഡിസ്പ്ലേ ഓഫ് ചെയ്യും അതിൻ്റെ അകത്ത്. ആ ഡിസ്പ്ലേ ഓഫ് ചെയ്യും. അതെങ്ങനെയാണെന്നൊന്നും അറിയില്ല. നമ്മളിപ്പോൾ പെട്ടെന്ന് നോക്കിയാൽ എവിടെയാന്ന് നോക്കാം. അല്ല ആദ്യം ഇല്ലായിരുന്നു. ആദ്യം സാധനം ഇല്ലായിരുന്നു. ഞാൻ ഒന്നുകൂടെ നോക്കി. സ്റ്റാർട്ട് ചെയ്തു. ശരി 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 ശരി. ആ ദാറ്റ്സ് ഗുഡ് ഗോൺ. അത്രയും ബ്രൈറ്റ്നസ് വേണ്ട. ആ ദാറ്റ്സ് ഓക്കെ അത്രയും മതി. ആ നിൻ്റെതാ പോണേ. മറ്റേ ശരിയായിട്ടില്ല. മറ്റേ ഞാനിതൊരു അവൾ എഴുന്നേക്കുമ്പോഴേ തല കട്ടാണ്. ഇച്ചിരി പൊക്കെ.
പ്രിൻസ് ആ ഡിസ്പ്ലേ ഓഫ് ചെയ്യാതെ എനിക്കത് ലൈവിൽ വിടാൻ പറ്റില്ല. ആ ഡിസ്പ്ലേ ഓഫ് ചെയ്യുന്നത്. അതിനൊരു ബട്ടൺ ഉണ്ടാവിടെ അത് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഡിസ്പ്ലേ ഒക്കെ പോയല്ലോ. The next item of tonight's ഇപ്പോൾ എല്ലാം പോയി. repertoire എടാ is the പിന്നെ Jyotiswaram. പോക്ക് ഇവിടെ. Jyotiswaram is a pure dance item, also known as a Nritta item, and is the second item of Natya Margam. The dancer must match musical notes known as swaras with abstract movements known as adavus and kolbai. Today's Jyotiswaram is traditional Jyotiswaram taught by Sangeeta Dev, founder of Tala Rasa Bhava Dance Academy in Ragam Kalyani and Talam Rupaka. അവൻ്റെ ക്യാമറയാണ് സൂം ചെയ്യേണ്ടത്. പ്രിൻസിൻ്റെ
കുഴപ്പമില്ല പോണത്. കുഴപ്പമില്ല പോകും. ഭയങ്കര പാടാണ്. പുള്ളിക്കാരനെ കൂട്ടിയിട്ട് ഞാനൊന്ന് സെറ്റിങ്സിലേക്ക് ആ അവിടെ മൂവ് ചെയ്യണം. ഓക്കെ, നീ ഫോക്കസ്. ഞാൻ പറഞ്ഞേക്കാം, മാറ്റാവും. ഞാൻ പറഞ്ഞേക്കാം. നല്ല ഇങ്ങനെ സെറ്റ് ചെയ്താലും അറിയത്തില്ല. കത്താതെ കിട്ടുന്നുണ്ട്. നിന്റെ ഇപ്പോഴത്തെ നല്ല സെറ്റിങ്ങാണ്. നല്ല സെറ്റിംഗ് അത്. നല്ല നല്ല ബ്യൂട്ടിഫുള്ളാണ്. ഞാനിച്ചിരി വൈഡറാണ് വെച്ചത്. ആ കുഴപ്പമില്ല, ഇന്ന് വൈഡറായിട്ട് നോക്കാം. ലെറ്റ്സ് ഗോ.
ആരെ ഓഫായി പോയി? നിൻ്റെ ലൈറ്റ് കുറവല്ല, അത് കുഴപ്പമില്ല. ഓക്കെ. ഒരാൾ സൂം ചെയ്യടാ അവനെ. Guru Srimati Sangeeta Dev is a talented and devoted Bharatanatyam dancer. Inspired by her mother, Sangeeta began her training under the instruction of Srimati Anuradha and Sri Pinaki Roy. By the age of 15, she completed her diploma in Nritta Visharad from the Prajeen Kala Kendra, Chandigarh. Since then, Sangeeta has performed across Kolkata, including Kalamandir, and came in contact with respected gurus Sri Sukhdev Mukherjee in Jamshedpur and Srimati Kalyani Shekharam in Delhi, where she learned different varieties and approaches to dance. Sangeeta now resides in Kingsley, Norfolk, with her husband, Dr. Kamal Krishna Dev, and her two sons, Soham and Shauna. As a dedicated teacher, she aims to pass on the rich culture and glorious heritage of our traditional dance forms to the young and upcoming generations, and has been doing so far over a decade. With your support and many others, Anjali began her Institute of Dance, Anjali, and has since had the opportunity to teach over a dozen of students the ancient art of Bharatanatyam. Sangeeta has played a massive role in the journey of dance Anjali has embarked upon so far, and I invite her to say a few words. ഞാൻ എഴുന്നേക്കണം, ഞാൻ എഴുന്നേക്കണം, എന്നാലും എഴുതുക. Thank you, thank you. Here you go. Anjali. What I can say, our beloved Anjali. 4 years ago, she started her Bharatanatyam journey with me from grade 6, and she achieved till grade 8 all distinctions. And from the day one, I just knew that she is a very good dancer, and you have seen actually some already seen her here, and I'm sure you will be agreeing with me that she is a really prominent, eminent Bharatanatyam dancer going to be, and proved her talent so well. She used to travel Norwich after school, even weekdays, 2-3 times to me. 1 hour journey, sometimes 1.5 hours with the traffic and everything. And say Tuesday, Thursdays, middle of the week. And she used to come and spend 1.5 hours to 2 hours continuous dancing with me. Never ever complain, not a single time. It's a pleasure to see her actually there, and it amazed, always it amazed me. She managed to amaze me every time. Students we call the future of the country. Their compassionate dedication, hopes, dreams will lead their lives into a progressive future one day. Anjali is an ideal example of these students. It's not easy to juggle between exams
and self-learning and other activities every day, and Anjali has done it time after time with full efficiency and commitments. She is an excellent dancer, grown from strength to strength over years. I always believe that dance is a full other name of actually the full meditation. When you dance, you can only think of dance and listening to the music only. It's a joy all the time when I see Anjali dancing and I feel like, yes, that's what the meditation actually likes or feels like. Or you can see somebody is meditating. The journey she has begun today as a Bharatanatyam dancer with this Arengetram. One day I am sure she will make a distinguished mark on the stages and the world will acquire another excellent prominent Bharatanatyam dancer. I won't take any more time. My best wishes to Anjali, and so now rest of the evening we are going to watch her, and I'm sure she is going to amaze us again and again with her every item. Thank you. അനക്കല്ല ഇപ്പം അനക്കല്ലേ ഒത്തിരി അനക്കണ്ട. ഇറ്റ്സ് ഗുഡ്. അവൻ്റെ ഇതിൽ വെച്ചാലോ? പക്ഷെ ഇത് നല്ല ട്രൈപ്പാണ്, സൂപ്പർ ട്രൈപ്പാണ്. ഒരു ഞാൻ ഊരി തരാം. ഇപ്പം ആരെ പോകണം? നിൻ്റെ പോകണം. We now move on to the main event of tonight's Arengetram, the Varnam. The Varnam, literally translated into colors, tests stamina, virtuosity and tenacity of the dancer. The Varnam involves not only Purvais and Tirmanams, but Abhinayas, expressions too. The performer must dance, act and understand the lyrical compositions to bring the colors of this dance. The Varnam being performed today is an intricate piece about Lord Hanuman, choreographed by Srimati Sangeeta Dev in Ragam Kirvani and Talam Adi. I now invite Sangeeta to come and show the stories being explained in the performance today. Lord Hanuman, the monkey god, is known as one of the main characters in the story of Ramayana. He is a humble devotee of Lord Rama, and we praise him for all the help he offered and provided to Lord Rama. Born to Anjana Devi and Lord Vayu, the Lord of the Wind, Hanuman is not just a mere ordinary child, but a god with impressive strength and size. This is shown when Hanuman as a child grows hungry, mistakes the sun for a piece of fruit and eats it. Growing up,
Hanuman faced many dangerous situations, but always made the best of them and teaches us to do so. Once he was captured by the great demon Ravana. The terrifying king of Lanka has 10 heads. He is the chief antagonist in the story of Ramayana. Ravana, at the sight of Hanuman, is disgusted by the sight of Hanuman's monkey state and casts him out, telling his gods to take him away. The gods drag Hanuman away and, instead of throwing him out, mocks and taunts him and lights his tail on fire. Hanuman, after staying quiet all this time, raises in anger and valor and takes his tail and swings it across the island of Lanka, lighting fire to land and burning the place down. റിജി ഒന്ന് സൂം ചെയ്താ As a humble servant to Lord Rama, Hanuman seeks every opportunity to support and serve him. As the story of Ramayana goes, Lord Rama was upset as he could not cross the sea to the island of Lanka, where Ravana had taken and imprisoned his wife Sita. Upon seeing this distress, Hanuman tells Rama that he will go and check on Sita to make sure she is okay. So, Rama gives Hanuman his ring, and with the ring, Hanuman jumps across the sea and finds Sita. Upon receiving the ring, Sita is overjoyed and in return gives Hanuman her chutti, her headpiece. Hanuman gives the chutti to Lord Rama and consoles him. Hanuman is a continuous devotee of Lord Rama. During the great war between Rama and Ravana, Lakshmana, Lord Rama's brother, is wounded. His wound can only be healed by the herb of a particular Himalayan mountain. Hanuman goes to find this medicine, but upon his arrival at the Himalaya, does not know which one to pick, and therefore lifts the mountain and brings it to Lord Rama, reviving Lakshmana. The last part, depicted in today's Varnam, is the story of Hanuman and his army of monkeys, as they create a bridge for Rama to walk across to the island of Lanka. Hanuman is compassionate, courageous, and knowledgeable. He is known as the tree of all knowledge and is so praised accordingly. Most importantly, he is a devotee of Lord Rama. Lord Hanuman, the strong Lord, is the Lord being praised in today's Varnam. അതിൻ്റെ ആ തിരിക്കണ സമയം ഞാൻ കൊണ്ടുപോകും പക്ഷേ ആ ഹെഡെ പറ്റി തിരിക്കാൻ ആ അങ്ങനെ വെച്ചാൽ എന്ത് പറഞ്ഞു എടാ ഇതിൻ്റെ ബ്രൈറ്റ്നസ് ഒത്തിരി കൂടുതലാണ് അതൊന്ന് കുറച്ച് വയ്ക്കാം
അതുപോലെ തന്നെ നിൻ്റെ ഫ്രെയിമില്ലേ ചെരിഞ്ഞിരിക്കണം, അത് ഞാൻ ശരിയാക്കാം. ഒരു മിനിറ്റ്. നിൻ്റെ ഫ്രെയിം ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ, ഇച്ചിരി പൊക്കത്തിലേക്ക് പോകണം. ദാറ്റ്സ് ഗുഡ്, അത് നല്ല.
ആക്കി വെക്കാൻ സൈലന്റ് ഓട്ടയിലാണെങ്കിൽ ആ ബ്രൈറ്റ്നസ് വെച്ചിട്ട് കുറയേണ്ടതാണ് പക്ഷെ അത് ഭയങ്കരമായിട്ട് വെളുത്തു നീ ചെയ്തു ഞാൻ അവൻ്റെ ഇച്ചിരിയോടെ കുറവാണ്
ഇല്ല ഇതുണ്ട്. ഇച്ചിരിയോടെ പ്രാക്ടീസ് കൂട്ടാം. ഈ ലെവലിൽ വെക്കണം. കൈ പൊക്കുന്നത് മാത്രമേ കിട്ടാവുള്ളൂ. ആ കുഴപ്പമില്ല.
നമുക്കൊരു ബ്രേക്ക് വേണം. തന്നെ സ്ഥലം പെരുത്തു. ബാറ്ററി അവിടെ കണ്ട് കുത്തിയിട്ടുണ്ട്, നിർത്തുന്നുണ്ടോ? Dr. Anne Tibertius has been a scholar of Bharatanatyam since the age of 5. For 17 years, Anne studied the art of Bharatanatyam under the tutelage of Srimati Uma Sundaram, taking part in many Kalakshetra productions and perfecting her art. At the age of 20, Anne did a brief one-year secondment under the instructions of the renowned artist Chandralekha Prabhudas Patel, more commonly known by her mononym Chandralekha, where Anne learned about the art of contemporary dance. And at the age of 22, Anne left India. Since her arrival in the UK in 1990, Anne never stopped her practice and carried on dancing on her own. In 1996, Anne founded her company Natya, where she shares her love for dance with all. Since then, Natya has performed 25 productions and numerous concerts and shows across the country. Moreover, Anne has proved to be an inspiration for her students. Her dedication to the art form can be seen in the way she continuously pushes and motivates her students to be their best and provides them with opportunities to perform and gain confidence. Anne will always be the first to critique her students' adamantly hand position and leg movements. But with each piece of criticism, her students grow and flourishes into the wonderful dancers they are today. Without Anne's praise and judgment, Anjali would not have become the skilled dancer she is today. So, I invite Anne to say a few words. നമുക്ക് ആ യൂട്യൂബിൽ അത് പോലെ ചെറിയ ലാഗുണ്ട്, സൗണ്ടുമായി അത് ചെയ്യാൻ പറ്റും. പക്ഷെ അത് എന്താ സാറില്ല, എനിക്കറിയാം, അവർക്കറിയാം, അതിനകത്ത് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. പക്ഷേ അതിനുള്ള ഇതിലേക്ക് കണക്ട് ചെയ്യാനുള്ള സാധനം ഞാൻ വീഡിയോയുടെ മാത്രമേ പറ്റും. ഞാൻ ഓർക്കുന്നു, പക്ഷേ ലാഗ് One of my dance teachers, I have been a few, he said it's always very important to see the ഇപ്പോഴും നിന്റെ ഫേസ് ഡിറ്റക്ഷൻ കിടക്കുവാണ്. അത് ഇത് കണ്ടോ, ആ സാധനം വരുവാണ് അതിൻ്റെ അത്. It's not that the dancer isn't important. Obviously, we are communicating a message or an idea to the audience. But what he really meant was that the art should always be bigger than itself. And I think that's really important for any aspiring artist
whether they are അല്ല dancers, ഇൻ്റലിജൻ്റ് ഓട്ടോ അല്ല അത് visual artists, to always constantly remind themselves that ഇപ്പോഴും ഉണ്ട് the ഫേസ് art ഡിറ്റക്ഷൻ is ഫേസ് ഡിറ്റക്ഷൻ ഓഫ് ചെയ്യണം നോക്ക് bigger than you are. ഒന്നാടപ്പൊക്കെ You are a vessel and you are privileged. ആ അതവിടെ വരുന്നുണ്ട് ആ എന്ന് We പറഞ്ഞ are privileged അതങ്ങ് to മാറ്റിയാൽ മതി. practice this beautiful art. If there are parents in the audience whose children shown interest, ഒക്കെ അത് വേറെ സ്ഥലത്താണ് നിൽക്കണേന്നുള്ളൂ ഇത് ഇവിടെ education you can give for your children is to get them to pick up that musical instrument or to pursue that passion, because that art will reach places ഇപ്പോഴും ഉണ്ട് that ഫേസ് academic അതൊന്ന് മാറ്റി education doesn't. That art will put them in touch with themselves. ഓക്കെ And നീ something ലൈവല്ലേ കാണണേ within them സാധനം പോകണ്ടല്ലോ that the day-to-day world നമുക്ക് സാധനം പോയാൽ മതി അവരൊന്ന് കണ്ടാൽ മതി അല്ലാതെ ഇപ്പോൾ is the need of the നമ്മളത് hour. ആദ്യമായിട്ട് We ചെയ്യണല്ലേ look around the world and there is a lot of conflict. There is a lot of negativity. There is war, there is famine, there is hunger. And if I could help but if you are dancing, we would have time to do all that. അതിന് ഇതിലേക്ക് And if we കണക്റ്റാണ് were സാധനം singing, കണ്ടു if we were making art, we wouldn't have time to be killing somebody else. And that is the relevance of art. You know, when people say, why should I pay to go and sit in an auditorium and watch somebody dance, or why should I go to a concert or to a festival? It's because those things reach and refresh parts of you that the mundane everyday world does not. So as Anjali sets off on what our talk will be a long and fruitful journey of learning and artistic endeavor, I wish her all the best. To all the young people who are gathered here, pursue that passion. Don't let perfection get in the way of good. You know, you don't need to be perfect. You just need to make that first step. So if you've thought, oh, you know, what if I played the violin? What if I played the piano? What if I learned a bit of ballet? My message to you would be, do it. Thank you very much. The first item of our second half is a kriti called Tayambaram Yajamahe, devoted to Nadaraja himself, Lord Shiva. Lord Shiva is the destroyer of all evil. He is adorned with the sun and moon, and the river Gange falls from his head as snakes cover his arms and neck. The chorus speaks of the Lord with the third eye, the one who sustains all living beings. We seek Lord Shiva for liberation from death and to lead us into immortality. This item is choreographed by Dr. Ant Botius in the ragam Yaman Kalyani and Tala Adi. കുറേ പടന്നില്ലേ കുഴപ്പമില്ല ഓക്കെ വാ എടാ റജി എന്നെ ബ്യൂട്ടിഫുൾ അടിപൊളിയാണ് സൂപ്പർ സാധനം ലൈറ്റിംഗ് കണ്ടല്ലോ ഭയങ്കര എന്നാ
ഉണ്ടാവില്ലേ, ആ അത് ജ്യോതി ലാപ്ടോപ്പ് തന്നു ചെയ്യാനായിട്ട്. ആ പക്ഷേ ആ ലാപ്ടോപ്പിൽ നമ്മുടെ പ്രൊജക്ടറിൽ സാധനം കണക്ട് ചെയ്യാൻ ആപ്പില്ല, ആ സ്ലോട്ടില്ല. ഓക്കെ. പ്രൊജക്ടറിന് എല്ലാ സാധനം കണക്ട് ചെയ്യണ്ടേ? HDMI അല്ല, ഇത് നമ്മുടെ കയ്യിലുണ്ട്, പക്ഷെ ലാപ്ടോപ്പിൽ ഇത് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാനില്ല. ലാപ്ടോപ്പിൽ ഒരിക്കലും HDMI കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. അതിന് അതാരോ ഈ സാധനം വേണ്ടി വരും. ഈ സാധനം ഇത് കണ്ടോ, ഇത് HDMI കേബിളാണ്. അത് ഇതിലേക്ക് കണക്ട് ചെയ്തേക്കണം. ഇത് ഉപയോഗിച്ചിട്ടാണ് വീഡിയോ. അല്ലാണ്ട് അത് പ്ലേ ചെയ്യാൻ പറ്റില്ല. ഇത് കേട്ടോ. അപ്പം നമുക്കത് വേണ്ടപ്പോൾ ഇത് ഓർമ്മ ഊരി നിങ്ങൾക്ക് തരാം. ഈ ഡാൻസ് 7 മിനിറ്റുള്ളൂ, ഇത് കഴിഞ്ഞാൽ പോകണം. ഈ പൂരി എനിക്കിപ്പോൾ തരാൻ പറ്റില്ല. ഞാൻ 2 ക്യാമറ ലൈവ് പോയിക്കൊണ്ടിരിക്കുക. ഈ ഡാൻസ് 7 മിനിറ്റ്. ഇത് എവിടെ ഈ സാധനം കണക്ട് ചെയ്യണേ? സ്പീക്കറിൻ്റെ താഴെ. ഓക്കെ, അത് കഴിയുമ്പോൾ ഞാനിത് ഊരി തരാം. പക്ഷേ എനിക്കറിയത്തില്ല അവൻ്റെ കയ്യിൽ ഇതുണ്ടോ, ഏത് USB-C കണക്ടർ ഉണ്ടോ? പുള്ളിയുടെ കയ്യിൽ ഈ സാധനം വെച്ച് കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ USB-C കണക്ടർ ആണോ ആ ലാപ്ടോപ്പ് എടുത്ത് C ഉണ്ടോ? ഇല്ല, C ഉണ്ടോ അവൻ്റെ കയ്യിൽ? ടൈപ്പ് സിയോ? അല്ല, അവൻ്റെ ലാപ്ടോപ്പ് ഉണ്ടോ? ആ ലാപ്ടോപ്പ് എടുത്തോ. അവൻ്റെ ലാപ്ടോപ്പാണ്. അത് C ഉണ്ടോ? ടൈപ്പ് സി ഇല്ല. ഏതാ? USB ആണോ? ഇതിൽ വേറെ ഉണ്ട്, അഡാപ്റ്റർ ഉണ്ട്. ആ എന്താ പറ്റി കയറുന്നില്ലേ? എടാ, അതിന് HD വേണ്ടെന്ന്. HD വേണം. ഒന്ന് വരാമോ? ഇത് മറ്റേ സാധാരണ കണക്കാണ്. അതെന്ത് ചെയ്യും? പഴയ ടൈപ്പാണ്. അത് പണിയാ. അല്ലാണ്ട് ഇപ്പം ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ ഇതിൽ നിന്ന് പ്രൊജക്ടറിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുമോ? പ്രൊജക്ടറിന്റെ ഏതാ കണക്ക്? ഈ കാണുന്ന സാധനമല്ലേ? അല്ല, USB-യിലുണ്ട്. USB കണക്ട് ചെയ്യാലോ. USB അതിൽ കണക്ട് ചെയ്താലും പ്രൊജക്ടർ കണക്റ്റഡ് ആവണ്ടേ? എടാ, പ്രൊജക്ടറിന്റെ ഇൻപുട്ട് എന്നാ? അതാണ് ഞാൻ ഈ കാണിച്ച സാധനം. ആ സാധനം ഒരു ലാപ്ടോപ്പ്, അത് പണ്ടത്തെ ജാമ്പോനെ ലാപ്ടോപ്പ്. അതാണ് ഇവിടെയുള്ള പ്രൊജക്ടർ. അതുണ്ടല്ലോ, ഇതാണ് എന്നാ പറയണത്, നമ്മുടെ ഈ മോണിറ്ററിന്റെ ഫീമെയിൽ കണക്ടറാണ്. ആ മെയിൽ കണക്ടറാണ്. ആ ഫീമെയിൽ ഉള്ളതിൽ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് അതിന് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല.
നേരെ ഔട്ടായിരുന്നെങ്കിൽ നമ്മുടെ വോയിസ് കയറത്തില്ല. അതെ ആരാണ് ലൈറ്റ് ഓഫ് ചെയ്യാം? ആ എടാ ഒരാളെ ഇതിലേക്ക് ഫോക്കസ് ചെയ്യണം സ്ക്രീൻ. ഞാൻ പറഞ്ഞു എനിക്ക് ഇതുപോലെ കംപ്ലീറ്റ് വരും, നീ അന്നേരം ഇടാൻ സാധനങ്ങളുണ്ടാക്കി സ്ലൈഡ് ഷോ ആ നാളോട് പറഞ്ഞാൽ മതി. അതുകൊണ്ടല്ലേ ഞാൻ അവരോട് ചോദിച്ചില്ലേ മതി എന്നോട് ഇരുന്ന് പറഞ്ഞിട്ട് പോയി. അതുണ്ടാകുന്ന ഈ സമയങ്ങളിൽ ഇല്ലെന്ന് ഇപ്പൊന്നുമില്ല. വേർഡിൽ ചെയ്ത് വെച്ചിട്ട് സ്ക്രോളിങ് വേണം ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടാകും. അല്ല സ്ലൈഡ് ഷോ സ്ലൈഡ് ഷോ കുറേ ഫോട്ടോസ് മതി. ആയിട്ട് പഴയ അത് ഇതിൽ പോയാൽ പക്ഷേ ഇപ്പം ഞാനിത് ഒരു സ്റ്റാർട്ടിങ് അല്ലാതെ ഞാൻ വേറെ ഒന്നും സ്ക്രീൻ അവിടെ വരുമ്പോൾ ഞാനത് ട്രാൻസ്ലേറ്റ് ചെയ്യണം. കാരണം ഇപ്പം ഇത് ഇരുട്ട് കാണിച്ചിട്ട് തന്നെ ആയിരുന്നു. അതെ ഇത് റെജി ലൈവ് കണ്ടോണ്ടിരിക്കുന്നു. ഞാനവരോട് പറഞ്ഞ എനിക്ക് വേണം, ഇത് കുറേ സീൻസ് വേണം. കാരണം എനിക്കറിയാം ഇതുപോലത്തെ ഗ്യാപ്സ് ഇഷ്ടംമാതിരി വരും. എല്ലാം വരില്ല നമുക്കത്. അല്ല സാധനം ഓണായി. പാനാസോണിക് വന്നു. ഒരു ഇച്ചിരി പൊക്കാവോ? അതൊരു ഇച്ചിരി പാടാ. ബോൾ ഹെഡല്ലേ? അല്ല ഇച്ചിരി ടിൽറ്റഡാ. ഇച്ചിരി നേരെയാക്കോ. ഇച്ചിരിയോടെ നേരെയാക്കും. ദാറ്റ്സ് ഓക്കെ. അതോക്കെ. അഞ്ജലിയുടെ എടുത്ത ഫോട്ടോസ് പോലും എൻ്റെ ഇല്ല. അതുകൊണ്ടാണ് അത് കിട്ടാൻ മതി. ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല. മഹത്തായ പല കാര്യങ്ങളുടെയും തുടക്കം അപ്രതീക്ഷിതവും സംഭവരഹിതവുമായിരുന്നു എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ചരിത്രങ്ങൾ ആവർത്തിക്കുക എന്നത് സ്വാഭാവികമാണ്. ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് അതുമാത്രം. 2014 ജൂൺ 14, സമയം രാത്രി 11:45. അന്ന് ജോർജേട്ടന്റെ പഴയാറ്റിൽ തറവാട്ടിൽ വാഴക്കാല ജോസേട്ടന്റെ കുടുംബത്തിലും ആഘോഷത്തിന്റെ പെരുമഴക്കാലമായിരുന്നു. ജോജോ സീന ദമ്പതികൾക്ക് ഒരു പെൺകുഞ്ഞ് പറഞ്ഞിരിക്കുന്നു. നീണ്ട 18 വർഷങ്ങൾക്കിപ്പുറം ഇന്നും സന്തോഷ പെരുമഴയിൽ നനഞ്ഞു നിൽക്കുകയാണ് പഴയാറ്റിൽ തറവാടും വാഴക്കാല കുടുംബം. ആ പെൺകുഞ്ഞ് വളർന്ന് അരയും തലയും മുറുക്കി ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപം എന്ന സ്ഥാനമലങ്കരിക്കുന്ന ഭരതനാട്യം എന്ന കലയിൽ
അതിനിവിടെയായിരുന്നു. ഭരതനാട്യത്തിലുള്ള തന്റെ അരങ്ങേറ്റം ഇതാ നമ്മൾക്ക് മുന്നിൽ നിന്ന് അവതരിപ്പിക്കുകയാണ്. ചരിത്രങ്ങളുടെ ചക്രങ്ങൾ വീണ്ടും ഇതാ ചലിക്കാൻ ആരംഭിച്ചിരിക്കുന്നു. അതിന് കാരണക്കാരിയായി തീർന്ന ഈ കൊച്ചുമിടിക്ക് ആരാണ്? എന്താണ് അവരുടെ പേര്? അതെ, അഞ്ജലി ജോ പഴയാറ്റം. ജോജോ സീന ദമ്പതികളുടെ മൂത്തവർ, ജോർജിന്റെ പ്രിയപ്പെട്ട ചേച്ചിയമ്മ, കൂട്ടുകാരികളുടെ പ്രിയപ്പെട്ട അഞ്ചു. മാതാപിതാക്കൾക്ക് അവരുടെ ജീവിതകാലം മുഴുവൻ അഭിമാനിക്കാവുന്ന നേട്ടം ചെറുപ്രായത്തിലെ കരസ്ഥമാക്കി. ചടുലമായ നൃത്ത ചുവടുകളിലൂടെ നോർവിച്ചിലെ മലയാളികളുടെ പ്രിയപ്പെട്ടവളായി. അസാമാന്യമായ മെയ്വഴക്കവും കൃത്യതയാർന്ന ഹസ്തമുദ്രകളും കൊണ്ട് നാട്യപ്രിയയുടെ വിശാലമായ വേദികൾ പിടിച്ചടക്കിയവൾ. നോക്കി നിന്നു പോകുന്ന സ്വാത്വിക അഭിനയത്തിലൂടെ, കൃത്യതയാർന്ന അംഗവിക്ഷേപങ്ങളിലൂടെ, ഭംഗിയാർന്ന കർണങ്ങളിലൂടെ ഓരോ പ്രേക്ഷകന്റെയും മനസ്സ് കീഴടക്കി മുന്നേറുന്ന നമ്മൾ നോർവിച്ചുകാരുടെ സ്വകാര്യ അഹങ്കാരമായി മാറിക്കഴിഞ്ഞിരിക്കുന്ന അഞ്ജലി ജോ പഴയാറ്റം. നൃത്തം അവളുടെ രക്തത്തിലെല്ലാം പിറവിയായി. താളം അവളുടെ ജീവവായുവായിരുന്നു ചെറുപ്പത്തിലെ. നാട്യം അവളുടെ ആവേശമായിരുന്നു ഇച്ചവയ്ക്കുമ്പോൾ. തന്റെ 5-ാം വയസ്സിൽ അമ്മയുടെ കൈപിടിച്ച് അവൾ നടന്നെത്തിയത് അതിനോടകം തന്നെ ഒട്ടേറെ മികച്ച നർത്തകന്മാരെ സൃഷ്ടിച്ച ശ്രീമതി താബു നോനോത്യം എന്ന നൃത്താധ്യാപികയുടെ മുന്നിലേക്ക്. ഒരു മികച്ച നർത്തകിയായിരുന്ന ആ അധ്യാപികയ്ക്ക് കീഴിൽ അഞ്ജലി തന്റെ നൃത്ത പഠനം ആരംഭിച്ചു. നീണ്ട 7 വർഷങ്ങൾ അവിടെ രാഗതാളമേളങ്ങൾ സമന്വയിച്ച ക്ലാസുകളിൽ നിരന്തരമായ പരിശീലനത്തിലൂടെ അഞ്ജലി തന്റെ കഴിവുകൾ തേച്ചുമിനിക്കി. തന്നിലെ നർത്തകിയെ അവൾ തിരിച്ചറിയുകയായിരുന്നു. ദൈവം തനിക്ക് തന്ന ഒരു വരദാനമായി അവൾ തന്റെ നൃത്ത പരിശീലനത്തേക്ക് എത്തി. പിന്നീട് ഡോക്ടർ ആൻ ത്രിപാഠിയ നേതൃത്വം കൊടുക്കുന്ന നാട്യപ്രിയ ഡാൻസ് അക്കാദമിയിൽ അംഗമായി ചേർന്നു. തന്റെ ജീവിതം മുഴുവൻ തന്നെയും നൃത്തത്തിനു വേണ്ടി ഒഴിഞ്ഞുവെച്ച ഡോക്ടർ ആൻ ത്രിപാഠിയ അഞ്ജലിയിൽ ഒരു മികവുറ്റ നർത്തകിയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ഡോക്ടർ ആൻ ത്രിപാഠിയ അവൾക്ക് മുന്നിലേക്ക് നൃത്തത്തിന്റെ ഒരു പുതിയ ലോകം തന്നെ തുറന്നിടുകയായിരുന്നു. നാട്യപ്രിയ ഒരുക്കിയ വിശാലമായ വേദികളിൽ പരിശീലനം നേടിയ മറ്റു നർത്തകർക്കൊപ്പം തന്റെ കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതിനും കൂടുതൽ മികവ് നേടുന്നതിനും നാട്യപ്രിയ അവളെ അളവറ്റ് സഹായിച്ചു. തന്റെ 13-ാം വയസ്സിൽ അവൾ താളരസഭാവ ഡാൻസ് അക്കാദമിയിലെ സുപ്രസിദ്ധ നർത്തകിയായ ശ്രീമതി സംഗീതാഡയുടെ ശിഷ്യയായിരുന്നു. ഭരതനാട്യത്തിൽ അതിനിപുണയായിത്തീർന്ന ശ്രീമതി സംഗീത തന്റെ അരുമ ശിഷ്യയായ അഞ്ജലിയെ ഭരതനാട്യത്തിന്റെ വൈവിധ്യമാർന്ന ലോകത്തിലേക്ക് നയിച്ചുകൊണ്ടു. ആയാസമേറിയ ഭരതനാട്യ ഇനങ്ങളിൽ അഞ്ജലി പ്രാവീണ്യം നേടുന്നത് ഈ ഗുരുവിന്റെ കീഴിലാണ്. തന്റെ ശിഷ്യയുടെ അസാമാന്യമായ മേവഴക്കവും അതിസാധാരണമായ ബുദ്ധിവൈഭവവും തിരിച്ചറിഞ്ഞ ശ്രീമതി സംഗീതാടെ ഭരതനാട്യത്തിന്റെ സങ്കീർണമായ ഉള്ളം പൊരുളുകൾ പോലും അഞ്ജലി അഭ്യസിപ്പിക്കാൻ തയ്യാറായി. അതെ, അഞ്ജലി ഒരു മികച്ച നർത്തകിയായി തീരുകയാണ്. തന്റെ 15-ാം വയസ്സിൽ ഓറിയന്റൽ എക്സാമിനേഷൻ ബോർഡ് ഓഫ് ലണ്ടൻ എന്ന സ്ഥാപനത്തിൽ നിന്നും അവൾ നാട്യകലാജ്യോതിപട്ടം നേടി. ഏവരുടെയും കണ്ണൻ ചിട്ടിക്കുന്ന, സ്നേഹിക്കുന്നവരുടെ എല്ലാം കണ്ണിൽ ആനന്ദാശ്രം നിറയ്ക്കുന്ന ഒരു പ്രതിഭയുടെ ജനനമായിരുന്നു. അങ്ങനെ തന്റെ 15-ാം വയസ്സിൽ തന്നെ ഭരതനാട്യത്തിലെ മുഖ്യ ഇനങ്ങളിലെല്ലാം മികവ് നേടിയ അഞ്ജലി സ്വന്തമായി നാട്യാഞ്ജലി സ്കൂൾ ഓഫ് ഡാൻസ് എന്ന നൃത്ത വിദ്യാലയം ആരംഭിച്ചു. പ്രിയപ്പെട്ട അഞ്ജലി, അരങ്ങേറ്റം ഒന്നിന്റെയും അവസാനം, മറിച്ച് പലതിന്റെയും ആരംഭം. പിഴയ്ക്കാത്ത ചുവടുകളിലൂടെ, ഉന്നതകളിലെ ലാളിത്യങ്ങളിലൂടെ, വാനോളം ഉയരുന്ന വിനയങ്ങളിലൂടെ നീ
ഇനിയും വളർത്തും. ദേശങ്ങളും കാലങ്ങളും 8 ദിക്കുകൾക്കപ്പുറം കീർത്തി പരക്കുന്നവൻ നീ അറിയപ്പെടണം. അതാണ് പ്രാർത്ഥന. ഈ അരങ്ങേറ്റ വേദി മുതൽ നിന്നെ കാത്തിരിക്കുന്ന പരസഹസ്രം വേദികളിൽ ലാളിത്യം നിന്റെ ചിലവുകളാവട്ടെ, പുഞ്ചിൽ നിന്റെ മുഖമുദ്രയാവട്ടെ, വിനയം നിന്റെ ആഭരണങ്ങളാവട്ടെ, ബുദ്ധിവൈഭവം നിന്റെ ആടകളാവട്ടെ, ഗുരുപ്രീതി നിന്റെ തിലകക്കുറിയാവട്ടെ, ഈശ്വരാനുഗ്രഹം നിന്റെ കിരീടമാവട്ടെ. ഹൃദയം നിറഞ്ഞ ആശംസകളോടെ നോറച്ചിലെ മലയാളി. അഞ്ജലിയോട് അരങ്ങേറ്റത്തിന് എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു. ഇന്ന് അരങ്ങേറ്റം കുറിക്കുന്നതിനോടൊപ്പം 18 വയസ്സിന്റെ നിറവിൽ നിൽക്കുന്ന അഞ്ജലിക്ക് എല്ലാവിധ ആശംസകളും. Many more happy returns, Anjali. Hi Anjali, I am so proud of you. I am wishing you all the very best on your special day. Enjoy and God bless you. Hi Anjali. On your special day. Many happy returns of the day. God bless you. Umma, Javanima, എല്ലാവരും അന്വേഷണം. ഹലോ, അരങ്ങേറ്റം കുറിക്കുന്ന അഞ്ജലി മോൾക്ക് 1000 നന്മയും അനുഗ്രഹങ്ങളും പാവുന്നു. And happy birthday, Anjali. Hi Anjali, I hope you're fine. Congrats for achieving your dream, Arengetram, and happy birthday to you. I hope all your dreams come true, and I miss you. I hope to see you soon. ഹായ് അഞ്ജലി. അഞ്ജലിക്ക് 18ാം ജന്മദിനത്തിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അതുപോലെ തന്നെ അരങ്ങേറ്റത്തിന് എല്ലാവിധ ഭാവങ്ങളും ആശംസിക്കുന്നു. വലിയ രാജേഷി ആൻഡ് വേദ. ഹായ്. Happy birthday, Anju. And wish all the best for your special day. God bless you. We are so proud of you. God bless you. Congratulations, Anju. I love you. ഇന്ന് അരങ്ങേറ്റം കുറിക്കുന്ന അഞ്ജലിക്ക്
അഞ്ജലിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഐ ആം സോ പ്രൗഡ് ഓഫ് യു. Many instance of the day, Anjali. I will pray for you always. Have a nice day. Long life. Wish you all the best, Anjali Kutti. Hi Anjali, ഇന്നാണ് ഏറ്റിരിക്കുന്നത് എല്ലാവരും ആശംസിക്കുന്നു. Hi Anjali, wish you all the very best. We are so proud of your achievements. Hello Anju, ജന്മദിനാശംസകൾ. എല്ലാം എവിടെ ഇരിക്കുന്നത്? ഇവിടെ ഇവിടെ ഒന്ന് രണ്ട് ബോട്ടിലുണ്ട്. വേറെ ഉണ്ടോ? വേണ്ട, ഇവിടെ ഉണ്ടോ? നിങ്ങൾക്ക് വേണോ? Congratulations Anju, God bless you. വെജി പണ്ടാർന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല നിൻ്റെത്. This was so beautiful and emotional, അല്ലേ? അഞ്ജലിനെ ചെറുപ്പം തൊട്ട് അറിയാവുന്ന ഒരാളുണ്ട്. ചെറുപ്പം തൊട്ടെന്ന് പറഞ്ഞാൽ അഞ്ജലി ജനിക്കുന്നതിന് മുമ്പ് തൊട്ട് തന്നെ അറിയാവുന്ന ഒരാളുണ്ട്. She's always been an inspiration for all of us. എന്താ പറയാ, ഒരു റോൾ മോഡൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. And it's none other than Dr. Mini Aunty. So I'd like to invite Dr. Mini Aunty to the stage to say a few words about Anjali.
Thank you. Good evening, especially to our chief guest today, Sujata teacher, Sangeeta teacher, and our Norwich's own very antibated teacher, and to all of us sitting here. I've been given this little role to say a few words about Anjali. So, the story begins, as Biju told us, way back in 2004. And Helena just said that I knew her when before she came out into this world. Yes, I remember visiting Sina and Jojo in a flat in Wyndham. So Nelson and myself go along, and Sina had rung us that day saying, this little baby is causing me a few problems. So I don't know who to talk to about it, and so we made this visit. And I guess now looking back on that little thing, it must be Anjali wanting to come out. She was going to show her presence. So watching today's performance, I was thinking that little baby, of course Sina didn't end up with any problems. She came out bubbling, wanting to exert her presence in this world. My next little memory of Anjali is when she was 2.5 years old. So she goes and spends a few months with her grandparents in India. So we happened to visit Kerala at that point, and just before going, Sina and Jojo come over and say, would you be happy to bring her back? And without any kind of qualms or without any kind of thoughts, I said, yes, of course, we will bring her back. So the day arrives, we leave Kerala, we have Anjali, 2.5 years old, holding on to my hand. She very quickly came from her grandparents and held my hand and hadn't, wasn't even upset or distraught. And leaving Cochin Airport, the immigration officials had nothing to say. Here I was with my British passport, and here I was taking a child from India with an Indian passport. Nobody said a thing, I didn't think a thing. We got onto the plane and Nelson said, that's very interesting, nobody had said anything and we don't even have an authorization letter. And then it was like, oh my God, you're right. So we landed London Heathrow and we go in front and we're waiting there at the immigration, and the lady comes along, she takes our passports and she asks us, who is this child? And it was like my friend's daughter. She raises her eyebrows as though, I've heard this story many a time. She tells both of us, go take a seat there, and she removes the child immediately from us. So Anjali goes. Anjali's not upset, she goes with this lady. She asks us, who's picking this child up? If it is a friend, are they here? And I said, yeah, they should be here at the airport. So, and they take Anjali away, and we're sitting there wondering what's going to happen, and as my vivid imagination goes, I'm thinking, oh my God, I might be visiting Her Majesty's Prison Services very soon. So anyway, what they did was they announced, we didn't know any of this, they took her away on the other side of the airport, the main airport part, they called out for her parents, and Jojo and Sina went to the desk, and they wanted, I think they were watching to see what the reaction of this child was. And thank God for Nelson and for me, is the child ran into her parents' arms and they were convinced, okay, so the immigration lady with a raised eyebrow comes back to me and smiles and says, okay, you can come out. So that is how Anjali at the age of 2.5. So after a few months in Kerala, the journey also for me, I remember thinking, not many a 2.5-year-old would have done, have traveled so comfortably. She sat there. Her meal came along. She allowed me to cut up her meal and butter her roll. But apart from that, it was and that's the little Anjali we see, who's now 18. She's progressed. 6 months after she landed from Kerala, she graced the NAM stage, the Nordic Association of Malayalis Association, with her very first dance performance. And then the rest is history. We've seen her go from strength to strength. I don't have to give you any of that history, you've all seen it. And by the age of 8, she was ready to go to the UKMA competitions, the UK Malayali Association, and win prizes.
and she has won many a prize. Now, is dance all that she's about? No, she has many a side to her. Sports. I think at the age of 11, in year 6, when she was in middle school, she was the captain of the cricket team. The only girl in the team, all the others are boys, and she was the captain. And then, very recently, at our sports for badminton, she teamed along with one of her friends here, I'm sure she's here in the audience, and they won the women's or the ladies' doubles. So we see a person who is kind of well-rounded. Come the art, come the sport, and of course academically, you'd all know that she's a very bright student, hoping to read law very shortly at university. So, what do I have to say about her altogether and wish her today is that Anjali, today, as Anne said, art, remember, I'm not a dancer, but I admire the art because I think the message that comes out for the person on the stage or the group on the stage is so powerful. And I do hope you will grace many, many stages in the future. You will give out that message beautifully and humbly to the audience. And I want you, and I hope that the future, with all your sports on one side and your art on the other side, and your academia, that you will all bring it together and inspire many to come. Thank you very much. Wishing you the very best, Anjali. The next item is a musical monologue called the Padam. In the Padam, the dancer employs apinayas, expressions, to convey a story and is hence classed as a Natya item. The Padam being performed today is called Bekane Baro, which translates to come quickly. In this performance, the dancer shows the relationship between playful Lord Krishna and his humble mother Yashoda. This dance portrays Yashoda taking care of a dear son by showering him with love and adorning him with jewels. Krishna wears a beautiful silk dhoti and jumps around playing sweet melodies on his flute. One day, while Yashoda churns butter and performs household chores, Krishna secretly goes out to play in the mud and starts eating dirt. Yashoda, upon realizing her son is outside eating mud, is horrified and drops everything to stop Krishna. She shouts and cries at Krishna, begging him to spit the mud out. Yet, Krishna persistently refuses. In her despair, Yashoda tries open her son's mouth and is startled by what she sees. She falls back in shock. In her little boy's mouth, Yashoda sees the world, the whole universe. Yashoda slowly understands her son is no mere child, but an avatar of the great Lord Vishnu. She praises the gods and thanks them for their kindness in gifting her with such a blessed child, and in doing so, holds Krishna close to her. Begani Baro, a beautiful padam performed today in the ragam Yaman Kalyani and Talam Chapu.
ഈ ക്വാളിറ്റിയിൽ നമ്മുടെ പോകുന്നത് ഇതാ ശരിക്കും ലൈവ് വരുന്ന കാണുന്നത്. ഇവിടുന്ന് സൗണ്ട് പിടിക്കാതിരിക്കാൻ എന്തെങ്കിലും മാർഗമില്ലല്ലേ? അല്ല അന്നേരം കാര്യമില്ലല്ലേ? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഫീൽ ഞാനിപ്പോൾ ഈ സമയത്തിലൂടെ സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ക്യാമറ. The penultimate performance of tonight is the Tilana. The Tilana is a dance of joy and exaltation as the dancer nears the end of her performance. It is vibrant and full of energy. In this Tilana, the performer takes the form of a young girl dancing and makes a small selection of praise to Lord Vishnu, the protector. Lord Vishnu is known to have had a lotus growing from his navel, in the center of which Lord Brahma sits. Lord Vishnu's wife, Goddess Lakshmi, stays at his side as he watches, protects and solves the problems of those who come to him. Hinduism believes Lord Vishnu will come down to earth once more in the form of his 10th avatar, Kalki, and awaits his arrival. This Tilana tonight, choreographed by Dr. Anjali, is to be performed in Ragam Dhanashri and Talam Adi. Thank you.
This is the final finishing item of the Arengetram. The slogan and Mangalam. Slogas are small pieces in praise of a god or deity. We have given thanks to Lord Ganesha, Lord Hanuman, Lord Shiva, Lord Krishna, and Lord Vishnu. But we are yet to praise a Devi, a female god. So for tonight's sloka, we have chosen Goddess Durga. Durga Devi is the divine supreme mother. She is the power from which the universe comes to life and is worshipped by Lord Vishnu. She is the victorious slayer of demons and does so with a smile. All her devotees and supporters, guided by her divine looks, energy, and dance, chant her name in the chorus for her victory. Her beautiful, long, thick hair flows behind her as she destroys evil and brings peace to the world. This piece is followed by a Mangalam, thanking all for being here tonight, the Lord Shiva, Bhumi Devi, and all those here for supporting Anjali in her journey so far. Ladies and gentlemen, we present you the final piece of tonight's performance, the Aigiri Nandini, in Ragam Revati and Talam Adi, in praise of the beautiful, powerful and divine Mahalakshmi. Nandini
Now we have completed all the 9 items of this Bharatanatyam. However, I would like to draw your attention to a flute recite by Adit Girish Jamadagni and Mansi Girish Jamadagni on stage, please.
കളർ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോലെ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ്
also beautiful. Now, Anjali would like to thank each and every one of you sitting right here. I invite Anjali for a vote of thanks. നിന്റെ വന്നതല്ലോ ബ്ലാക്ക് ആയിപ്പോ നോക്കട്ടെ എന്താ പറ്റി Mata Pita Guru Deva. My mother, father, teachers, and God. Going with the natural cycle of thanks, the first person I would like to thank is my mother. With a love for dance and drama, my mother always wanted me to have opportunities she may have missed as a child. Elocutions, monoacts, Bharatanatyam, Mohiniyattam, you name it, I've probably tried it. Or at least been given the chance to try it. Be it a large theatrical performance or a small carpet stage amongst friends, my mum would create and introduce new platforms such as Naam and Yuklam for me to perform and gain confidence. Whenever I felt like giving up, and trust me, there was many times, it was always my mum who found one way or another to keep me going. If there's one person who can put up with all my fights, tantrums and tears even last night, it's you, Mama. And I hope it's all worth it now. Next, my father, Norwich's own Giorgio Bariati. If you're a Malayali living in Norwich, there's a 99.99% chance you know this man. He's not just my dad. He's the community's sports person, taxi person, financial insurance person, real estate person, the list goes on. But before all, he's my dad. He's the one who would drive me to all the concerts, all the practices, all the different competitions that I would go to. Despite not knowing much about the art, he does try to support, and that's really what matters. But most importantly, it's my dad who has those harsh conversations behind doors with my mum when he thinks I'm too stressed, overworked or tired. So thank you, Papa, for always looking out for me. The third member of our thanking list, my gurus, my teachers. I could speak about Anne all day, but I'll cut it short. I first met Anne as a small, young, bratish young child who had an uneasy relationship with Bharatanatyam. Joining Natya Priya is undeniably the most pivotal part of my journey so far. It was here that I learned the importance of learning Bharatanatyam for the joy of learning rather than because others tell me to. So, for anyone who wants to learn, reignite, or just enjoy Bharatanatyam, Natya Priya is the place. Also, the Natya Priya performance, Song of the Anklets, is happening this September 10th. Buy your tickets now. I'm sure it's going to be a wonderful performance. And Sangeeta Auntie, let me start by telling you, there is no person as persuasive and as motivating as this woman. I started classes with Sangeeta Auntie on exactly 16th September 2018. And within 4 weeks, no, less than 4 weeks, in October 2018, we wrote my grade 6 exam. Within 4 weeks. And since then, we completed another 2 grades in just under a year and achieved the diploma in Bharatanatyam, receiving a distinction. But of course, this was not enough. As her first student to reach thus far, Sangeeta Auntie would not rest. And with her support, and the support of all the parents in Norwich, we started Natya Anjali. Now, notice how I say we and not I.
Whenever I felt uncertain and hesitant, it was always Sangeeta auntie who would be pushing me, smiling at me and just motivating me to go forward. All that I've achieved so far would not be, I would not be able to do without Sangeeta auntie. Sangeeta auntie has always had an unwavering confidence in me that I didn't have in myself, and I cannot thank you enough for that. And when I say gurus, I mean not only my dance teachers, but every person who has played the role of a teacher in my life. That goes from my primary school teachers and nursery school teachers to the teachers I had in sixth form. You've all taught me the invaluable lessons of patience, resilience, and hard work. Now, speaking of hard work, there have been many hard-working, diligent people who have come together to make this night a success. We have Viju uncle and Siriak uncle, who voluntarily came round and helped with bettering, writing, and setting up this event. We have our MCs of tonight, Amuchechi and Achachan who came all the way from Sweden. We have Nidu Andi, who despite coming here on holiday, spent every day working in the kitchen, working on the clothes, ironing my clothes, doing everything that someone should not be doing on a holiday. We have Prince Uncle, Sibi Uncle, Jis Uncle on photos and videos, Joby Uncle on the lights and system, Emma, who took the time out of her day to give us whole viewings at our convenience, Reggie Uncle and all those uncles who came early to help with the backdrop and settings, Minnie Auntie who said, though I did not hear all, these kind words about me, Gideesh Uncle and his kids who so kindly played the flute for me while I tried to catch my breath. And of course, my costume, hair and makeup artist, Shirley Auntie, who had the toughest job of all, making me look presentable. I would also like to thank all the family members who are present here today. Those who have travelled miles upon miles, from across Europe and other. I thank you all for your love and determination to be here with me today. And all those who weren't able to make it, but continue to show support by joining the live stream and watching anyway. Especially my grandparents, Mummy and Daddy, who I know are watching this at home and know would have loved to be here today. Similarly, my Appachan and my Ammachi, my dad's parents, despite not being here today, I'm sure they're watching from above. Now, when I say family members, there are two in particular that I must mention. You've all seen and heard how much I love Bharatanatyam. But the person who threw me head first into the world of Bharatanatyam was my Achachan, Simpson Barakala. If you're a Malayali resident of Norwich 10 years ago, you probably know him, because like my dad, he's a very extroverted being. Without Achachan, I probably never would have even written my first grade, nevertheless graduate in Bharatanatyam. So thank you, Achacha, for knowing what was best for me when I couldn't see it myself. The second relative I cannot overlook is the fourth member of our nuclear family, my brother, George. I don't think I've met such an annoying, irritating, maggot, wormy thing in my life. But at the same time, I don't think I've met such an understanding and kind young boy either. For the last few weeks, there is not an insult, a chore, a duty that has been thrown at the boy. Bear in mind, he's only 13. But his care and attention for this event, to be a success, prevailed, as he confidently tried his best to help. So George, for the first and last time, I'm openly showing gratitude for your wormy existence. I'm nearly finished, I promise. And now thank God. I thank God for all the blessings showered upon me. I thank God for my abilities, for the environment I grew up with, the people who surround me each day. Without your individual applause, comments, support and goodwill, this night would not have been a success. So I thank all who are in the audience today and all who are watching otherwise. And last but not least, in the words of Snoop Dogg himself, I want to thank me. I want to thank me for believing in me. I want to thank me for doing this hard work. And I want to thank me
for being me. Thank you for being here tonight, and I hope you enjoyed the rest. Thank you, Anjali. As Anjali said, we would like to invite her students onto the stage to give them their certificates. I would like to invite Sioni Sibi, Amaya and Brian, Dia Susan Brian. We welcome them on stage, please. നമുക്ക് നല്ലൊരു കൈയടി കൊടുക്കാം അവർക്ക്. Within a short period of time, they have reached up to grade 1. In it, in a little surprise, we would like to present the certificates for one more candidate, a so-called young artist who has passed grade 4 up to grade 4 under the guidance of Srimati Anjali Padayatil. I would like to say 2 words about her. As Anjali rightly mentioned in her vote of thanks, വലിയൊരു കലാപാരമ്പര്യ കുടുംബത്തിൽ ജനിക്കാതെ ഇത്തരത്തിലുള്ള ഒരു ഹിന്ദു കലാരൂപം തൻ്റെ സിരകളിൽ സന്നിവേശിപ്പിക്കണമെങ്കിൽ അതിൻ്റെ പുറകിലുള്ള എൻകറേജ്മെൻറ്റും മോട്ടിവേഷനും സപ്പോർട്ടും തീരെ ചെറുതാകാൻ യാതൊരു സാധ്യതയുമില്ല. അതിന് പിന്നിൽ പ്രവർത്തിച്ചത് നൃത്തകലയെ വളരെയേറെ ഇഷ്ടപ്പെട്ട ഇത്തരം ഒരു ക്ലാസിക്കൽ ഡാൻസ് ഐറ്റത്തിൽ വേദിയിൽ വരണമെന്ന് വളരെയേറെ ആഗ്രഹിച്ച ഒരു നർത്തകി എന്നല്ല, നൃത്തത്തോട് ആഗ്രഹമുള്ള അഭിനിവേശമുള്ള ഒരു വ്യക്തി. അത് അവളുടെ അമ്മയായി തീർന്നതിൽ അതിശയം പറയാനാവില്ല. ഈ അമ്മയുടെ സപ്പോർട്ടിലും കരുതലിലും വളർന്നു വന്ന് ഒടുവിൽ 15-ാമത്തെ വയസ്സിൽ നാട്യകലാജ്യോതി പട്ടം നേടി നാട്യാഞ്ജലി ഡാൻസ് അക്കാദമി ആരംഭിച്ചപ്പോൾ തൻ്റെ പ്രഥമ ശിഷ്യയായി സ്വീകരിച്ചത് തൻ്റെ അമ്മയെ തന്നെ. തൻ്റെ മകളെ ഗുരുവാക്കിക്കൊണ്ട് ഈ അമ്മ ഭരതനാട്യത്തിൻ്റെ മുദ്രകളും ഹസ്തങ്ങളും പഠിക്കുകയായിരുന്നു. അത്തരത്തിൽ ഗ്രേഡ് 1, 2, 3, 4 അച്ചീവ് ചെയ്ത അമ്മയ്ക്ക് ഈ സർട്ടിഫിക്കറ്റ് മകളെന്ന് പ്രസന്റ് ചെയ്യുന്നു. We welcome Sinaja Padayatil to receive the certificates from Anjali Padayatil through Natyanjali Dance Academy. This is what the motions and emotions come together, I believe. Now I would like to welcome Anjali's favorite two gurus, those who are here, for presenting a token of appreciation, Dr. Sangeeta and Dr. Ram. I'd like to get them on stage to receive a token of appreciation. Ma'am, please. I believe Dr. Ayan is also here. Thank you. Thank you.
Now, the dinner is ready in the next food hall. So those who are hungry already can approach the next hall. The dinner will be served. But I have one more little announcement. In fact, you already shown in the projector very clearly. Anjali turns to her 18th birthday now. In fact, everyone celebrating birthday in a special way. But now Anjali want to make it more special by dedicating this art form in a special way. But we don't want to forget to have a cake cutting. So we are going to have a small birthday celebration over here right now. So I invite all the family and friends those who are very close to her to have them on stage quickly and to have a cake cutting without much delay. Thank you all, and I invite everyone on stage. And once again, I would like to invite you all for the dinner in the food hall. And now we are signing off at Simpson. Anjali, ഞങ്ങൾക്ക് ഇത്രയും വലിയൊരു വേദി തന്ന സീനിയാറ്റിക്ക് വലിയൊരു നന്ദി പറയാനുണ്ട്. ആദ്യമായിട്ടാണ് ഒരു അരങ്ങേറ്റമൊക്കെ ആങ്കർ ചെയ്തത്. We are so blessed. Thank you all. Thank you for your patience. Thank you. Thank you very much. Josha. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday. Happy birthday, happy birthday to you. How old are you now? 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 Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Now we can proceed to the food court. Now the opening will be there. And we are going to close the ceremony here. Thank you all.